Okay, good afternoon. Audible ആണല്ലോ അല്ലേ? Good afternoon. Okay. So, നമ്മൾ election ഒക്കെ കഴിഞ്ഞു അല്ലേ? അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യാം? നമ്മളെ elect ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. കുറച്ചുകൂടി ദിവസമല്ലേ ഉള്ളൂ ഇനി. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക് കൂടി എന്ത് ചെയ്യാം? പെട്ടെന്ന് നമുക്ക് ചെയ്ത് പോവാം. ഇനി ബജറ്റിനകത്ത് തന്നെ നമുക്ക് അവസാനത്തെ കുറച്ച് ടോപ്പിക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത് അല്ലെ. ബാക്കിയെല്ലാം നമ്മൾ എന്ത് ചെയ്ത് ബേസിക്കലി കഴിഞ്ഞ ക്ലാസ്സസിൽ നമ്മൾ ഒരുപാട് സ്കീംസ് കാര്യങ്ങൾ നോക്കി. ഇനി ഫിസിക്കൽ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നോക്കാനുള്ളത് കേട്ടോ. അപ്പൊ ആ ഏരിയാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഇതിൽ നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ബിഗസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ വർഷം വേണമെങ്കിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് പുതിയ ഇൻകം ടാക്സ് ആക്ട് എന്ത് ചെയ്യുന്നത് വന്നത്. സോ ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം റിലീസ് ചെയ്തു. സോ 1 ഏപ്രിൽ, അതായത് ഈ മാസം 1 ഏപ്രിൽ 2026 മുതൽ ഇനി നമ്മൾ ഫോളോ ചെയ്യുന്ന ഇൻകം ടാക്സ് ആക്ട് ഏതാണ്? ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 ആണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി റീപ്ലേസ് ദി ഓൾഡ് ഇൻകം ടാക്സ് ആക്ട് വിച്ച് ഈസ് 1961 ഇൻകം ടാക്സ് ആക്ട് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പം ഇതെന്താണ്, പുതിയ ആക്ട് ആണ് ഇനി എന്ത് ചെയ്യുന്നത്. ഈ ഏപ്രിൽ 1, 2026 മുതൽ എന്താണ് ബേസിക്കലി ഇൻകം ടാക്സ് ആക്ട് 2025 അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡയറക്ട് ടാക്സസ് ചാർജ് ചെയ്യുന്നത്. അപ്പം പണ്ടത്തെ IT ആക്ട് 1961 ആയിരുന്നു, അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. റീപ്ലേസ് ചെയ്യാനുള്ള മേജർ റീസൺസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ 1961 ആക്ട് സ്വാഭാവികമായിട്ട് അത് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ആക്ട് ആണ്. സോ ആ ആക്ട് നമുക്ക് എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ആക്ടിന്റെ 1961 ആക്ടിന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ലാംഗ്വേജ് ആയിരുന്നു. അപ്പൊ ഈ കോംപ്ലക്സ് ലാംഗ്വേജ് ആകുമ്പോൾ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലിറ്റിഗേഷൻസ് ഒരുപാട് വരും, കാരണം കൺഫ്യൂഷൻസ് ഒരുപാട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ലിറ്റിഗേഷൻസ് വരും, പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് വരും. അതേപോലെ തന്നെ സാധാരണ ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ടാക്സ് അതോറിറ്റി, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു CAO അല്ലെങ്കിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റോ ഒരു CFOയോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഈ ലോസ് കൃത്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ട് ആയിരുന്നില്ല. അപ്പൊ ഈ ഒരു സാധനങ്ങളൊക്കെ മാറ്റണം എന്നുള്ളതിന്റെ ഉദ്ദേശമായിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, പുതിയ ഇൻകം ടാക്സ് ആക്ട് 2005 എന്ത് ചെയ്തത്, എസ്റ്റാബ്ലിഷ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 പ്രിൻസിപ്പിൾസ് ആണ്. ഒന്ന് ടെക്സ്റ്റൽ ആൻഡ് സ്ട്രക്ചറൽ സിംപ്ലിഫിക്കേഷൻ, എന്ത് ചെയ്യാണ്, ടാക്സിനെ വളരെ സിമ്പിൾ ടാക്സ് റെജീം ആക്കി മാറ്റുക. ഒന്ന് സ്ട്രക്ചറൽ ആയിട്ട് എന്ത് ചെയ്യുക, ടാക്സ് സിമ്പിൾ ആക്കി മാറ്റുക. അതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, അതിന്റെ ടെക്സ്റ്റൽ സിംപ്ലിഫിക്കേഷൻ, അതായത് വായിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യുക, ടാക്സ് ലോനെ മാറ്റുക. അതേപോലെ തന്നെ നോ മേജർ ടാക്സ് പോളിസി ചേഞ്ചസ്, ബേസിക്കലി എന്താണ്, ടു എൻഷുർ കണ്ടിന്യൂറ്റി. അതേപോലെ തന്നെ എന്താണ്, ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്, സെർട്ടിനിറ്റി ആണ് അല്ലെ. ഒരേപോലെ എന്ത് ചെയ്യണം, ആ സെർട്ടിനിറ്റി വേണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആക്ട് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ സെർട്ടിനിറ്റി നഷ്ടപ്പെടും. പക്ഷെ 2025 ആക്ട് എന്താണ്, ബേസിക്കലി 1961 എന്തൊക്കെയാണോ ആക്ടുകൾ ഉണ്ടായിരുന്നത് അതേ കണ്ടിന്യൂഷൻ തന്നെയാണ് ബേസിക്കലി വരുന്നത്, പക്ഷെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ പഴയ ടാക്സ് സ്ലാബ്സിൽ എന്ത് ചെയ്തിട്ടില്ല, യാതൊരു മാറ്റം വന്നില്ല. ദർ ഇസ് നോ മോഡിഫിക്കേഷൻ വിത്ത് ദി ഓൾഡ് ടാക്സ് സ്ലാബ്സ്. അപ്പൊ ടാക്സ് സ്ലാബ്സ് അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ കമ്പയർ ടു എന്താണ്, ബേസിക്കലി പഴയ ടാക്സേഷൻ റെജീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ വെരി ഇമ്പോർട്ടന്റ് ചേഞ്ചസ്. ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ടെർമിനോളജി ആണ്. ബേസിക്കലി ഡ്യുവൽ പഴയ സാധനത്തിന്റെ പഴയ ഇൻകം ടാക്സ് ആക്ട് 1961 പ്രോബ്ലം, ദർ വാസ് എ ഡ്യുവൽ ടെർമിനോളജി. എന്താണ് ഈ ഡ്യുവൽ ടെർമിനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ ആക്ട് പ്രകാരം 2 ഇയർ ആണ് ഉണ്ടായിരുന്നത്. ഒന്ന് പ്രീവിയസ് ഇയർ, 2 അസസ്മെന്റ് ഇയർ. ഓക്കെ, സോ ആക്ട് പറയുന്നത് 2 ഇയറിനെ പറ്റിയാണ്, ഒന്ന് പ്രീവിയസ് ഇയറും 2 അസസ്മെന്റ് ഇയർ. ഇത് 1961 ആക്ടിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ഇൻകം ടാക്സ് ആക്ട് 1961 അസസ്മെന്റ് ഇയറും ഉണ്ട്, പ്രീവിയസ് ഇയറും ഉണ്ട്. ഓക്കെ, സോ അസസ്മെന്റ് പ്രീവിയസ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദിസ് ഈസ് വെയർ യുവർ എന്താണ് ഇൻകം ഏൺ ചെയ്ത ഇയർ. ഫോർ എക്സാമ്പിൾ 2025-26 ആയിരിക്കും ഈ വർഷത്തെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അവിടെ സാലറി കിട്ടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വർഷമാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഈ ടാക്സിന്റെ അസസ്മെന്റ് നടത്തുന്നത്. ദാറ്റ് ഈസ് 2026-27 ആയിരിക്കും. ഓക്കെ, ഈ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണ്, 2026-2027 ആണ്. സോ ഇതാണ് നിങ്ങളുടെ അസസ്മെന്റ് ഇയർ. പക്ഷെ നിങ്ങൾ ടാക്സ് പേ ചെയ്യുന്നത് എന്താണ്, കഴിഞ്ഞ ഒരു വർഷത്തെ ടാക്സ് ആണ്, ദാറ്റ് ഈസ് പ്രീവിയസ് ഇയറിന്റെ ടാക്സ് ആണ്. അപ്പൊ 2 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2 ഇയർ ആയിരുന്നു പഴയ 1961 ആക്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതെന്താണ്, ദിസ് ഈസ് ലീഡിംഗ് ടു ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. പല ആളുകൾക്കും എന്താണ് പ്രീവിയസ് ഇയർ, എന്താണ് അസസ്മെന്റ് ഇയർ, ഏതിന്റെ ടാക്സ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് വരുന്നത് കൊണ്ട് പുതിയ ടാക്സ് റെജീമിലേക്ക്, ന്യൂ ടാക്സ് റെജീം, ദാറ്റ് ഈസ് 2025 IT ആക്ട് വരുമ്പോൾ ദർ ഈസ് ഓൺലി 1 ഇയർ, ദാറ്റ് ഈസ് ടാക്സ് ഇയർ. ഓക്കെ, ഒറ്റ ഇയറേ ഉള്ളൂ ടാക്സ് ഇയർ. ഓക്കെ, വേറെ എന്തില്ല. ടാക്സ് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇയർ വിച്ച്
ദ പേഴ്സൺ ഹാസ് ഏൺഡ് ഇൻകം. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ എന്താണ് ഈ പ്രീവിയസ് ഇയറിനെയാണ് എന്ത് ചെയ്യുന്നത് ടാക്സ് ഇയർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരൊറ്റ ടാക്സ് ഇയറേ ഉള്ളൂ, ഒരൊറ്റ ഇയറേ ഉള്ളൂ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ടാക്സ് ഇയർ എന്ന് വിളിക്കുന്നത്. പണ്ടത്തെ പോലെ പ്രീവിയസ് ഇയർ അസസ്മെന്റ് ഇയർ എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല, ഒറ്റ ഇയറേ ഉള്ളൂ ടാക്സ് ഇയർ. ടാക്സ് ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇൻകം ഏൺ ചെയ്ത ഇയർ ആണ് ടാക്സ് ഇയർ. ഓക്കെ, സോ അതാണ് മേജർ ആയിട്ടുള്ള പുതിയ ഇൻകം ടാക്സ് ആക്ടിന്റെ ഒരു ചേഞ്ച്. ആ ചേഞ്ച് എന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. പണ്ടത്തെ അസസ്മെന്റ് ഇയർ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞ സാധനമില്ല, അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും ഇല്ല, ഇപ്പൊ എന്താണുള്ളൂ ടാക്സ് ഇയർ മാത്രമേ ഉള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് പറയുന്നത് ബേസിക്കലി ടൈം പീരിയഡ് ഫോർ റിവേഴ്സ്ഡ് റിട്ടേൺ ആണ്. ഓക്കെ, ടൈം പീരിയഡ് ഫോർ റിവേഴ്സ്ഡ് റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ടൈം പീരിയഡ് ഫോർ റിവേഴ്സ് റിട്ടേൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ 31 ഡിസംബർ വരെ ഉള്ളൂ. ഓക്കെ, 31 ഡിസംബർ വരെയായിരുന്നു ടൈം പീരീഡ് ഫോർ റിവേഴ്സ് റിട്ടേൺ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു റിട്ടേൺ ഫയൽ ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം കുറച്ച് ഐറ്റംസ് നിങ്ങൾക്ക് മിസ്സായി പോയി. അപ്പൊ നിങ്ങൾക്ക് അതൊന്നുകൂടി റിവേഴ്സ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യണം ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി 31 ഡിസംബർ. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2025-26 ഇൻകം ടാക്സ് ആണ് അടയ്ക്കുന്നതെങ്കിൽ 2026 ഡിസംബർ വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ബേസിക്കലി ടൈം പീരീഡ് ഫോർ റിവേഴ്സ് റിട്ടേൺ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതെന്ത് ചെയ്യുന്നു പുതിയ ടാക്സ് റെജിമിൽ ഈ റിവേഴ്സ് റിട്ടേൺ എന്ന് പറയുന്നത് 31 മാർച്ച് ഏപ്രിൽ വരെ ആക്കിയിട്ടുണ്ട് 2017. സോ 1 ഇയർ എന്ത് ചെയ്യാൻ പറ്റും ഒരാൾക്ക് റിവേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, പണ്ട് എന്തായിരുന്നു 6 മാസത്തിന്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാം 1 ഇയറോളം എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് റിവേഴ്സ് റിട്ടേൺ അടയ്ക്കാനുള്ള അല്ലെങ്കിൽ ഫയൽ ചെയ്യാനുള്ള ക്രൈറ്റീരിയ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഫുൾ മന്ത് എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക് അയാളുടെ റിവേഴ്സ് ഇയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡാറ്റയിലുള്ള ചേഞ്ചസ് വരും. ഇതിനുള്ള ഗുണം എന്താണ് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻകം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റും. അപ്പൊ ടാക്സ് ഡിസ്പ്യൂട്ട്സ് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ കുറയ്ക്കാൻ പറ്റും. സോ ഇവിടുത്തെ ഐഡിയ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ടാക്സേഷൻ എന്ത് ചെയ്യാൻ ചെയ്യാതിരിക്കുക, ഫേസ്ലെസ് ടാക്സേഷൻ ആണ്. കൂടുതൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു ഒരു ട്രസ്റ്റിന്റെ പേരിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യാണ് സ്വയം ഡിക്ലെയർ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും 1 ഇയർ വരെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഗുണം. ഓക്കെ, ഇനി അടുത്തൊരു ഏറ്റവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് ഫയൽ ചെയ്തിട്ട് വീണ്ടും അപ്ഡേറ്റഡ് ഇൻകം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് റിട്ടേൺസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 4 ഇയർ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് 4 ഇയർ വരെ നിങ്ങൾക്ക് ഇൻകം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ 2022 ഫയൽ ചെയ്തു, 2023 ഫയൽ ചെയ്തു, 2024 ഫയൽ ചെയ്തു, അങ്ങനെ 4 വർഷത്തെ ഫയൽ ചെയ്തു എന്ന് വിചാരിക്കുക, കഴിഞ്ഞ 4 വർഷത്തെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇതിലേക്ക് എന്ത് ചെയ്യുന്നില്ല ഒരു ഇൻകം ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഇത് നിങ്ങൾ ബ്ലാക്ക് മണി ആയിട്ട് നൈസ് ആയിട്ട് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചതായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് യു തിങ്ക് ദാറ്റ് യു ഷുഡ് കം ക്ലീൻ വോളണ്ടറിലി. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കഴിഞ്ഞ 4 വർഷത്തെ ഇൻകം ടാക്സിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്ഡേറ്റഡ് റിട്ടേൺസ് ആയിട്ട് വീണ്ടും ആ ഇൻകം ആഡ് ചെയ്ത് ഫയൽ ചെയ്യാൻ പറ്റും. അതിന്റെ ഗുണം എന്താണ് യു ക്യാൻ കം ക്ലീൻ വോളണ്ടറിലി. പിടിക്കാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് പിടിക്കുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇൻകം ടാക്സ് ആയിട്ട് പിടിക്കാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ഷോക്കേസ് ചെയ്യാം. കഴിഞ്ഞ 4 വർഷത്തെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വീണ്ടും ഫയൽ ചെയ്തു, ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും റിവേഴ്സ് റിട്ടേണിന്റെ സമയവും കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പ് കൂടി എന്ത് ചെയ്യാണ് തരികയാണ്. അതിന്റെ ഗുണം എന്താണ് ബേസിക്കലി ലിറ്റിഗേഷൻസ് കുറയും, ഇൻകം ടാക്സ് ഓഫീസേഴ്സ് പിടിക്കുന്ന പ്രശ്നങ്ങൾ കുറയും, നിങ്ങൾക്ക് സ്വയം എന്ത് ചെയ്യാം നിങ്ങൾക്ക് ക്ലീൻ ആയിട്ട് വരാൻ പറ്റും, നിങ്ങളുടെ ഇൻകം സോഴ്സ് വീണ്ടും കാണിക്കാം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഓർത്തുക. ഒന്ന് റിവേഴ്സ് റിട്ടേൺ എന്നുണ്ട് 12 മന്ത് ആണ് ഇപ്പൊ സമയം, പണ്ട് 31 ഡിസംബർ വരെ ആയിരുന്നു, ഇപ്പം 31 മാർച്ച് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഡേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. അതേപോലെ തന്നെ അപ്ഡേറ്റഡ് റിട്ടേൺസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ് ടു 4 ഇയേഴ്സ് വരെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇൻകം ടാക്സിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, സോ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ്. ദെൻ അനദർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് ഡീക്രിമിനലൈസേഷൻ ആണ്. പണ്ടത്തെ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും പീനലൈസേഷൻ ആയിരുന്നു. ഇവിടെ പീനൽ പ്രൊവിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട് കുറച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പണ്ടത്തെ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം മാക്സിമം ഇൻകം ടാക്സ് വെട്ടിപ്പിച്ച് കഴിഞ്ഞാൽ മാക്സിമം പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ 7 ഇയേഴ്സ് ഓഫ് ഇംപ്രിസൺമെന്റ് ആയിരുന്നു. ഇത് 2 to 3 ഇയേഴ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അതായത് കുറച്ചു. കൂടുതൽ എന്ത് ചെയ്യാണ് കൂടുതൽ ഗവൺമെന്റ് എന്തോ ഇവിടെ ഉദ്ദേശിക്കുന്നത് പീനലൈസിലൂടെ ടാക്സേഷൻ വരുന്നതിനെക്കാട്ടും ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി ആക്കി മാറ്റി ആളുകൾ വോളണ്ടറിലി ടാക്സ് ഫയൽ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പീനലൈസേഷൻ കുറയ്ക്കുന്നത്. അപ്പൊ 2 to 3 ഇയേഴ്സ് ആക്കി എന്ത് ചെയ്യുന്നത് ഇൻകം ടാക്സ് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പണ്ട് 7 വർഷമായിരുന്നു, ഇപ്പൊ എത്രയേ ഉള്ളൂ 2 to 3 ഇയേഴ്സ് ആണ് മാക്സിമം എന്ത് ചെയ്യുന്നത് ഇംപ്രിസൺമെന്റ്. മാക്സിമം പീരീഡ് എന്താണ് 2 to 3 ഇയേഴ്സ് ആണ്. അതേപോലെ തന്നെ 10 ലക്ഷം വരെയുള്ള ഇൻകം ടാക്സ് വെട്ടിപ്പാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ടാക്സ് ഇവേഡർ ഡസ് നോട്ട് എക്സീഡ് 10 lakh ആണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ജയിൽ ടൈം. ഓക്കെ, 10 വർഷം വരെ ആണെങ്കിൽ ജയിൽ ടൈം ഇല്ല, മോണിറ്ററി ഫൈൻ മാത്രം അടച്ചാൽ മതി, ജയിലിൽ ഇടാനുള്ള പ്രൊവിഷൻസ് ഇല്ല. അപ്പൊ 10 വർഷം വരെയാണ് നിങ്ങൾ ടാക്സ് വെട്ടിക്കുന്നതെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകില്ല, ഫൈൻ അടച്ചാൽ മതി. ഓക്കെ, സോ ഇത് എന്താണ് ബേസിക്കലി കുറച്ചുകൂടി നിങ്ങളെ ടാക്സേഷൻ എന്താക്കണം കുറച്ചുകൂടി ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ വോളണ്ടറി ആയിട്ട് ആളുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അനദർ ആസ്പെക്ട് ഈസ് ഡിജിറ്റൽ എക്സ്പാൻഷൻ. ഡിജിറ്റൽ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇനി നമുക്ക് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാം കമ്മിങ് ടോപ്പിക്കിൽ. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ അണ്ടർസ്കോർഡ് ഇൻകം നൗ എക്സ്പ്ലിസിറ്റ്ലി ഇൻക്ലൂഡ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. നിങ്ങൾ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ടോപ്പിക് ഉണ്ട്, നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. സോ ബേസിക്കലി ബിറ്റ് കോയിൻസ്,
ഒക്കെയാണ് ബേസിക്കലി ബിറ്റ് കോയിൻ ഒക്കെ എന്താണ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് ആണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ. സോ ഈ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ഇൻകം ടാക്സിന് അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വെർച്വൽ സ്പേസസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ, ഇമെയിൽ സർവീസസ് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് സീസ് ചെയ്യാനും സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇപ്പം ഇൻകം ടാക്സ് ആക്ട് 2025 എന്താണ് ഇൻക്ലൂഡഡ് ആണ്. അതായത് ED വേണമെങ്കിൽ അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമെയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഒക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇൻകം എന്ത് ചെയ്യുന്നു കാണിക്കുന്നില്ല, പക്ഷെ എന്നും നിങ്ങൾ BMW മുമ്പിൽ നിന്നുള്ള ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ ബി ആൻ എവിഡൻസ് വൈ ഹൗ യുവർ ലൈഫ് സ്റ്റൈൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എന്നും വലിയ റിച്ച് ലൈഫ് സ്റ്റൈൽ കാണിക്കുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം അത്ര നിങ്ങൾ കാണിക്കുന്നില്ല. അതൊക്കെ എന്താണ് എവിഡൻസ് ആയിട്ട് വരാം. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾ ഇമെയിൽസ് സെർച്ച് ചെയ്യാം. അതുപോലെ ഇത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് ആയതുകൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യേണ്ട പ്രൊവിഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ഇൻകം ടാക്സ് ആക്ട് 2025. ഓക്കെ, 1961 ആക്ട് റീപ്ലേസ് ചെയ്തു 2025 ആക്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ടാക്സ് ലാബ്സിന്റെ കാര്യത്തിൽ എന്താണ്, പഴയ ടാക്സ് ലാബ്സ് തന്നെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ബേസിക്കലി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വലിയ ഇമ്പോർട്ടന്റ് അല്ല. 0 to 4 lakh എന്നാണ് അറ്റ് പ്രസന്റ്. ദർ ഇസ് എ നിൽ ടാക്സ് അല്ലെ, നോ ടാക്സേഷൻ. അപ് ടു 4 lakh വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. 4 to 8 lakh എത്ര അടയ്ക്കണം, 5% ആണ് ടാക്സ് വരുന്നത്. 8 to 12 lakh നിങ്ങൾക്ക് എത്ര അടയ്ക്കണം, 10%. 12 to 16, 15%. 16 to 20, 20%. 20 to 24, 25%. above 24 lakh you need to pay basically 30% of tax. ഇതാണ് പ്രസന്റ് ടാക്സേഷൻ സ്ലാബ്. However, up to 12 lakh, അതായത് ഇതുവരെ ബേസിക്കലി up to 12 lakh വരെ എന്തുണ്ട്, there is a tax rebate എക്സെപ്ഷൻ ഉണ്ട്. സോ ടാക്സ് റിബേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, up to 12 lakh വരെ ടാക്സ് റിബേറ്റ്. അതായത് എന്താണ്, നിങ്ങൾ സാലറീഡ് ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് 12 lakh വരെ ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് നില്ലെന്നല്ല അതിന്റെ അർത്ഥം. യുവർ ടാക്സ് റേറ്റ് ഈസ് 10%. സോ വാട്ട് എവർ യുവർ ടാക്സ് എമൗണ്ട് that will be calculated, that will be considered as a tax rebate. Okay, for example, നിങ്ങൾ ടാക്സ് എമൗണ്ട് 60,000 ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് റിബേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പം എന്ത് ചെയ്യും, നിങ്ങൾ 60,000 ആണ് ഫയൽ ചെയ്യേണ്ടത്. പക്ഷെ ടാക്സ് റിബേറ്റ് ആയിട്ട് 60,000 തരുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ടാക്സ് 0 ആവും. അപ്പം അങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അപ് ടു 12 lakh വരെ ഇപ്പൊ എന്തില്ല, ടാക്സ് നിങ്ങൾ അടയ്ക്കണ്ട. പക്ഷെ അപ് ടു 12 lakh നിങ്ങളുടെ പെർസെന്റേജ് എത്രയാണ്, 10% ആണ്. ഓക്കെ, അതേപോലെ തന്നെ സാലറീഡ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 12 lakh വരെ എന്ത് ചെയ്യണ്ട, സാലറീഡ് ക്ലാസ്സിന് അടയ്ക്കണ്ട. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ദർ ഈസ് ഓൾസോ എ സാലറീഡ് ക്ലാസ്സിന് ദർ ഈസ് എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് 75,000. ഓക്കെ, ഡിഡക്ഷൻ ഓഫ് 75,000 ഉണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യും, ഇൻകം ടാക്സിന് നിങ്ങൾ ഇൻകത്തിൽ ഒരു 75,000 ഓൾറെഡി കുറച്ച് തരും. അപ്പൊ ഒരു സാലറീഡ് ആണ് നിങ്ങളെങ്കിൽ 12,75,000 വരെ ഇപ്പൊ ടാക്സ് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ അടയ്ക്കേണ്ട കാര്യമില്ല. അതിനുശേഷമുള്ള അതിന്റെ മുകളിൽ വരുന്ന ഇൻകത്തിനാണ് ബേസിക്കലി ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ടാക്സ് അടയ്ക്കുന്നത്. സാലറീഡ് ആണെങ്കിൽ 12,75,000, കാരണം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 75,000 പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 12 lakh വരെ എന്താണ് ടാക്സ് റിബേറ്റ്. പിന്നെ 75 സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ 75,000 നിങ്ങളുടെ ഇൻകം ടാക്സിന് കുറച്ച് തരും, ആ എമൗണ്ട് കുറച്ച് തരും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, വീണ്ടും 12,75,000 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. സാലറീഡ് ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പം ഇത് ക്ലിയർ ആണോ, ഇത്രയും ക്ലിയർ ആണോ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബാക്കിയുള്ളവര് ഓക്കെ ഓക്കെ ഫൈൻ. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ആണ്. സോ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സിലും ഈ വർഷത്തെ ബഡ്ജറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ദർ ആർ ചേഞ്ചസ്. ഓക്കെ, 2026 ബഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ എന്താണ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്നത്, ബേസിക്കലി എന്താണ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ടാക്സ് മെക്കാനിസം ഇന്റൻഡഡ് ടു ഗ്യാരണ്ടി ദാറ്റ് business, particularly those who make significant profit but pay the government minimum amount of tax. അല്ലെ, ഫോർ എക്സാമ്പിൾ എന്താണ്, അതായത് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇവരുടെ ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ടാക്സ് ഫയലിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ദർ വോണ്ട് ബി ടാക്സ് എമൗണ്ട് എന്തായിരിക്കും, വളരെ മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. പക്ഷെ ഈ കമ്പനികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, മറ്റോടി പറഞ്ഞു പറഞ്ഞതാണ് അല്ലെ. ഓക്കെ, ബേസിക്കലി എന്താണ്, ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ടാക്സേഷൻ കൊടുത്തിട്ടുണ്ടാവില്ല, ടാക്സ് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം ഡിവിഡൻഡ് എവിടെ നമ്മൾ കൊടുക്കുക, ബുക്ക് പ്രോഫിറ്റിലാണ് ബേസിക്കലി അല്ലെ. അതൊന്നും അങ്ങനെ വരാൻ കാരണം, ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ ടാക്സ് കൊടുക്കാതിരിക്കാനുള്ള റീസൺ എന്തായിരിക്കും, കാരണം നമ്മൾ ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരമാണ് ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ടാക്സ് ഫയൽ ചെയ്യുന്ന നമ്മൾ എന്താണ്, ആസ് പെർ ഇൻകം ടാക്സ് ആക്ട് ഫയലേഷൻ ആണ്. അപ്പൊ രണ്ട് അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിവിഡൻഡ് എന്ത് ചെയ്യും, മാക്സിമം കമ്പനി ഡിവിഡൻഡ് പേ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഈ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ടാക്സസ് കൊടുത്തിട്ടുണ്ടാവില്ല, ബിക്കോസ് ദേ വിൽ ബി യൂസിങ് സം കൈൻഡ് ഓഫ് ഡിഡക്ഷൻസ് അവൈലബിൾ ഇൻ ദി ആക്ട്.
ഓക്കെ, ഈ ഡിഡക്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും അവർക്ക് ടാക്സ് ഉണ്ടാവില്ല, പക്ഷെ ബുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, സോ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയുള്ള കമ്പനികൾക്ക് അറ്റ്ലീസ്റ്റ് ഇവർ എന്ത് ചെയ്യണം, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് അടക്കണം എന്നുള്ളതാണ് ബേസിക്കലി മാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി മാറ്റ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ബേസിക്കലി എന്താണ്, സാധാരണ രീതിയിൽ നമ്മുടെ കോർപ്പറേറ്റ് മാറ്റ് അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കേണ്ട ടാക്സ് എന്താണ്, കോർപ്പറേറ്റ് ടാക്സ് അല്ലെ. കോർപ്പറേറ്റ് ടാക്സ് എത്ര പെർസെന്റേജ് ആണ് അറ്റ് പ്രസന്റ്? Corporate tax at present is 22%, but there are cess and surcharges which includes total ഒരു 25% ആയിരിക്കും നിങ്ങളുടെ കോർപ്പറേറ്റ് ടാക്സ്. ഒരു കമ്പനിക്ക് അടയ്ക്കേണ്ട കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത് 25% ആണ്. ഓക്കെ, സോ മാറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, മാറ്റ് ഇപ്പം പ്രസന്റ്ലി കഴിഞ്ഞ വർഷം വരെ മാറ്റ് എന്ന് പറയുന്നത് 15% ആയിരുന്നു. ഓക്കെ, ഈ വർഷത്തെ ബജറ്റ് 14% ആക്കി എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റ് കുറച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ടാക്സ് ആക്ട് പ്രകാരം കോർപ്പറേറ്റ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കമ്പനിന്റെ ലെറ്റ്സ് സേ ദാറ്റ് ആ കമ്പനിന്റെ ടോട്ടൽ ഇൻകം ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 2 crore ആണെന്ന് വിചാരിക്കുക, ആ പെർ കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം 2 crore. ഓക്കെ, പക്ഷെ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അവരുടെ ടാക്സ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ദാറ്റ് മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് 15% വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ലെറ്റ്സ് സേ ദാറ്റ് 12 കോടി എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇവർ ഏതടയ്ക്കണം, ഏതാണോ ഹയസ്റ്റ് അതാണ് ബേസിക്കലി ആ കമ്പനി എന്ത് ചെയ്യുന്നത്, ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടത്. ഇവിടെ ഏതാണ് ഹയസ്റ്റ്, മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് ആണ് ഹയസ്റ്റ്, 12 വരുന്നുണ്ട്. പക്ഷെ കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം ആഫ്റ്റർ ഡിഡക്ഷൻ വന്ന സമയത്ത് 2 crore മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബേസിക്കലി അവരുടെ ടാക്സ് ലൈബിലിറ്റി വരുന്നുള്ളൂ. പക്ഷെ ബുക്ക് പ്രോഫിറ്റ് മുകളിൽ മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 12%, 12 crore വരുന്നുണ്ട്. അപ്പൊ ഇവർ എത്ര അടയ്ക്കണം, 12 crore അടയ്ക്കണം. ഓക്കെ, പക്ഷെ ഇവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 12 crore ബേസിക്കലി കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം 2 കോടിയേ വരുന്നുള്ളൂ. അപ്പൊ ബാക്കിയുള്ള 10 കോടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ ക്രെഡിറ്റ് ആയിട്ട്, മാറ്റ് ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിൽ അടയ്ക്കേണ്ട ടാക്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ 10 കോടി അടച്ചത് ഇവർക്ക് കുറച്ച് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ബേസിക്കലി മാറ്റ് അടയ്ക്കുന്നതുകൊണ്ട് ഉണ്ടായിരുന്നുള്ള ഒരു ഗുണം. അപ്പൊ പഴയ റെജീം പ്രകാരം എന്താണ്, ഞാൻ ഓൾഡ് റെജീമാണ് ഇപ്പൊ പറയുന്നത്, പഴയ റെജീം പ്രകാരം ചേഞ്ചസിന് മുമ്പ് പ്രകാരം ഇപ്പൊ കോർപ്പറേറ്റ് ടാക്സ് നേരത്തെ പറഞ്ഞ പോലെ 2 കോടിയും മിനിമം ഓൾട്ടർനേറ്റീവ് ടാക്സ് വന്നത് 12 കോടിയുമാണെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു പേ 12 കോടി ആസ് എ ടാക്സ്. ബാക്കി എന്ത് ചെയ്യാം, 2 കോടിയായിരുന്നു, പക്ഷെ അവർ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് പ്രകാരം 2 കോടിയാണ് കാണിക്കുന്നത്. അപ്പൊ ബാക്കിയുള്ള 10 കോടി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫ്യൂച്ചർ ക്രെഡിറ്റ്, മാറ്റ് ക്രെഡിറ്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഫ്യൂച്ചറിൽ അടയ്ക്കുന്ന കോർപ്പറേറ്റ് ടാക്സിൽ നിന്ന് ഈ 10 കോടി അടയ്ക്കേണ്ട പൈസയിൽ നിന്ന് ഇവർക്ക് കുറച്ച് കൊണ്ടുവരാം. ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചറിൽ ഇവർക്കൊരു 15 കോടി അടയ്ക്കേണ്ട വരും എന്ന് വിചാരിക്കാം. അതിൽ 10 കോടി എന്ത് ചെയ്യാൻ കുറച്ചിട്ട് 5 കോടി അടച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു മാറ്റ് ക്രെഡിറ്റ് ആയിട്ട് ഇവർക്ക് യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി എന്തിലുണ്ട്, ബേസിക്കലി മിനിമം ഓൾട്ടർനേറ്റ് ടാക്സിൽ പണ്ടത്തെ റെജീമിൽ ഉണ്ട്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി പക്ഷേ ഇപ്പോൾ ഉള്ള ഇവർ കൊണ്ടുവന്ന ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മാറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഡീപ്രൊമോട്ട് ചെയ്യാൻ പോവാണ്. ഗവൺമെന്റിന് ഈ മാറ്റ് എന്ന് പറയുന്ന സിസ്റ്റം എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ്ലി ഡീപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി ഷുഡ് ഷിഫ്റ്റ് ടു ദി കോർപ്പറേറ്റ് ടാക്സ് റെജീം. കമ്പനീസ് എല്ലാം എന്ത് ചെയ്യണം, ഈ കോർപ്പറേറ്റ് ടാക്സ് ആയാലും 25% തിരിച്ചു വരണം എന്നാണ് ബേസിക്കലി ആര് പറഞ്ഞത്, കമ്പനി ഷുഡ് മൈഗ്രേറ്റ് ടു ദി 25% ടാക്സേഷൻ സിസ്റ്റത്തിലേക്ക് വരണം. അപ്പൊ ഇവർ അങ്ങനെ ടാക്സേഷൻ സിസ്റ്റത്തിലേക്ക് വരാൻ വേണ്ടി ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഗവൺമെന്റ് കുറച്ച് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പഴയ റെജീം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ മാറ്റ് ഓൾഡ് റെജീം മാറ്റ്, ഓൾഡ് മാറ്റും ന്യൂ മാറ്റും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓൾഡ് മാറ്റ് എത്ര പെർസെന്റേജ് ആണ്, 15% ആണ് അല്ലെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ 15% നിന്ന് നമുക്ക് എന്ത് കിട്ടുമായിരുന്നു, മാറ്റ് ക്രെഡിറ്റ് കിട്ടുമായിരുന്നു. അതിനാണ് ബേസിക്കലി മാറ്റ് ക്രെഡിറ്റ് പ്രകാരം അവർ കൂടുതൽ ടാക്സ് അടയ്ക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യും, ബേസിക്കലി അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അത് കുറച്ചെടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി എന്തായിരുന്നു, ഇതായിരുന്നു പണ്ടത്തെ സിസ്റ്റം. പക്ഷെ പുതിയ സിസ്റ്റം പ്രകാരം മാറ്റ് എന്ന് പറയുന്നത് 14% ഉള്ളൂ. പക്ഷേ ദിസ് ഈസ് ദ ഫൈനൽ ലൈബിലിറ്റി ആക്കി മാറ്റും. അതായത് ഇത് ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, ലെറ്റ്സ് സേ ദാറ്റ് കോർപ്പറേറ്റ് ടാക്സ് ഈസ് 2 crore ആൻഡ് മാറ്റ് ക്രെഡിറ്റ് ഈസ് ബേസിക്കലി എന്താണ്, മാറ്റ് ക്രെഡിറ്റ് ഈസ് ബേസിക്കലി 15 കോടിയാണെന്ന് വിചാരിക്കുക. 15 കോടിയാണ് മാറ്റ് ക്രെഡിറ്റ് എന്ന് വിചാരിക്കുക. 15 കോടി ഉണ്ടെങ്കിൽ ബാക്കി എത്രയാണ്, 13. ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി ഇത് ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 15 കോടി തന്നെയാണ് ഇവരുടെ ലൈബിലിറ്റി. അപ്പൊ അവർ മാറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, 15 കോടിയും അവർ അടയ്ക്കേണ്ടി വരും. അവർക്ക് ക്രെഡിറ്റ് ആയിട്ട് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബേസിക്കലി കമ്പനീസ് എന്ത് ചെയ്യും, ഇതിലും ഭേദം എന്താണ്, ഈ കോർപ്പറേറ്റ് ടാക്സിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് ഒഴിവാക്കാതെ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്തിട്ട് ആ ടാക്സ് തന്നെ അടയ്ക്കുന്നതാണ്. അപ്പൊ 25 എന്ത് ചെയ്യാനാണ് പോകുന്നതാണ്. ഇനി അങ്ങനെ 25 ഒരു കമ്പനി പോവുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ എക്സിസ്റ്റിംഗ് ഇതുവരെയുള്ള കമ്പനികൾക്ക് എന്തുണ്ടാവും, മാറ്റ് ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോഴാണ് ആക്ട് വന്നത്. അപ്പൊ ഓൾറെഡി പല കമ്പനികളും മാറ്റ് അടിച്ചത് ഉണ്ടാവും. അവർക്ക് 20% ഒക്കെ അല്ലെങ്കിൽ 20 crore ഒക്കെ അവരുടെ ഓൾറെഡി അവരുടെ ക്രെഡിറ്റിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ഈ കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഈ ഷിഫ്റ്റ് ചെയ്യുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേ ക്യാൻ യൂസ് ദെയർ മാറ്റ് ക്രെഡിറ്റ്. ഇതുവരെയുള്ള എക്സിസ്റ്റിംഗ് മാറ്റ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, ദേ ക്യാൻ യൂസ്
അപ് ടു 25% ഇൻ എ ഫിനാൻഷ്യൽ ഇയർ. ഓക്കെ, ഓരോ മാറ്റ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? അപ് ടു 25% ഇൻ എ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് ബേസിക്കലി വിത്തിൻ 15 years അവർക്ക് ഈ മാറ്റ് ക്രെഡിറ്റ്, എക്സിസ്റ്റിംഗ് മാറ്റ് ക്രെഡിറ്റ് എന്ത് ചെയ്യണം? അവര് യൂസ് ചെയ്ത് തീർക്കണം. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലാത്ത ഭാഗമുണ്ടോ? ഇതാർക്കാണ്? ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മാറ്റ് ക്രെഡിറ്റ് അടിച്ചു വെച്ച് ക്രെഡിറ്റ് ഉള്ള കുറെ ആളുകൾക്ക് ഇപ്പൊ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പൊ അവർക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നഷ്ടമാണ്. കാരണം അവരെ മാറ്റ് ക്രെഡിറ്റ് പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ ബേസിക്കലി ഗവൺമെന്റ് പറയുന്നത്, ടോട്ടൽ മാറ്റ് ക്രെഡിറ്റ് എത്രയാണോ അതിന്റെ 25% ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിക്കലി ഡിഡക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ 15 വർഷം കൊണ്ട് എക്സിസ്റ്റിംഗ് മാറ്റ് ക്രെഡിറ്റ് യൂസ് ചെയ്ത് തീർക്കാം. പക്ഷെ നോ മോർ ന്യൂ മാറ്റ് ക്രെഡിറ്റ്. പുതിയതായിട്ട് ഇനി ഒരു കമ്പനി മാറുന്നില്ലെങ്കിലോ അവർ ആ മാറ്റിന്റെ എത്രയാണോ മാറ്റ് വരുന്നത് ആ മാറ്റ് അടച്ചോണ്ടിരിക്കണം. അത് അവർ ഫൈനൽ ലൈബിലിറ്റി ആയിരിക്കും. 14% ഇപ്പോഴത്തെ മാറ്റ്, അത് ഫൈനൽ ലൈബിലിറ്റി ആയിരിക്കും. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫ്യൂച്ചറിൽ ഡിഡക്ട് ചെയ്യാൻ അതിനകത്ത് പറ്റില്ല. അപ്പൊ കമ്പനികൾക്ക് ഏതാണ് ബെറ്റർ? 25%ലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. സോ ടു പ്രൊമോട്ട് ദാറ്റ് ഷിഫ്റ്റിംഗ്, ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ നെഡ്ജിങ് എഫക്ട്. ഓക്കെ, കമ്പനീനെ എന്ത് ചെയ്യാണ്? നെഡ്ജ് ചെയ്ത് ആ 25%ലേക്ക് കൊണ്ടുപോകുന്നതാണ് ബേസിക്കലി പുതിയ മാറ്റ് റെജീം. ഓക്കെ, സോ ബേസിക്കലി എന്ത് ചെയ്യാണ്? ഇതെന്ത് ചെയ്തു? ചേഞ്ചസ് എന്തൊക്കെയാണ്? 14 നിന്ന് 15 നിന്ന് എന്ത് ചെയ്തു? 14% ആക്കി മാറ്റ് കുറച്ചു. ആൻഡ് ഷിഫ്റ്റ് എന്താണ്? ഷിഫ്റ്റ് ടു ഫൈനൽ ടാക്സ്. മാറ്റ് വിൽ ബി നൗ ഓപ്പറേറ്റഡ് ആസ് എ ഫൈനൽ ടാക്സ് ലൈബിലിറ്റി. എത്രയാണോ മാറ്റ് വന്നത് അത് ഫൈനൽ ടാക്സ് ലൈബിലിറ്റി ആണ്. നോ ന്യൂ ക്രെഡിറ്റ്. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം 1st April 2020 സൈക്കിൾ ഓഫ് അക്യുമുലേറ്റിംഗ് ആൻഡ് ക്യാരിങ് ഫോർവേഡ് ന്യൂ മാറ്റ് ക്രെഡിറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി സീസ്ഡ്. പുതിയ ക്രെഡിറ്റ് കൊടുക്കുന്നില്ല. ഇനി എക്സിസ്റ്റിംഗ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റും? 25% ഓഫ് ദ ടാക്സബിലിറ്റി ഗിവൺ ഇയർ വിത്തിൻ എക്സിസ്റ്റിംഗ് 15 years എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തീർക്കാം. ഓക്കെ, അവരെന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം? 25%. അപ്പൊ മാറ്റ് പൊതുവെ എന്ത് ചെയ്യാൻ നോക്കുകയാണ് ഗവൺമെന്റ്? നിർത്താനുള്ള പരിപാടിയാണ്. മാറ്റ് യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് നഷ്ടമായിരിക്കും. അപ്പൊ മാറ്റ് ഇനി ഇല്ലാതെ എന്ത് ചെയ്യാം? നോർമലി എല്ലാവരെയും കോർപ്പറേറ്റ് ടാക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണ് ഗവൺമെന്റ് നോക്കുന്നത്. ഓക്കെ, മറ്റേതെല്ലാവരും എന്ത് ചെയ്യും? കുറെ കമ്പനീസ് മാറ്റ് ക്ലെയിം ചെയ്തിട്ട് അവർക്ക് അടയ്ക്കുന്ന പൈസ അവർ ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് കുറെ കാലം ഗവൺമെന്റിൽ നിന്ന് എന്ത് ചെയ്യും? ടാക്സ് റിഡക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഒഴിവാകുന്നു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈസ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾറെഡി ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നമ്മൾ എന്ത് IPO വെച്ചിട്ടൊക്കെ ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവും. ഈ ഷെയർസ് എന്ത് ചെയ്യുന്നു? കമ്പനി തിരിച്ച് മേടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ റീപർച്ചേസ് ഓഫ് ഷെയർസ് ഫ്രം ദി എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ദാറ്റ് എനിക്ക് 1000 രൂപയുടെ 10 ഷെയർസ് ടാറ്റേന്റെ എന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ടാറ്റ എന്ത് ചെയ്യുന്നു? എനിക്ക് പ്രീമിയം തന്നു. പൊതുവെ അങ്ങനെ ഷെയർസ് മേടിക്കുമ്പോൾ എനിക്ക് പ്രീമിയം തന്നാൽ മേടിക്കാം. ഫോർ എക്സാമ്പിൾ 1000 രൂപയുടെ ഷെയർ ആണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ദാറ്റ് ദേ വിൽ ബി പേയിങ് മീ ഫോർ 2004 പെർ ഷെയർ എന്ത് ചെയ്യുന്നു? എനിക്ക് തന്നിട്ട് എന്റെ ഷെയർസ് എന്ത് ചെയ്യുന്നു? തിരിച്ച് മേടിക്കുന്നു. അങ്ങനെ നമ്മൾ മേടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബൈ ബാക്ക് എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇഷ്യൂയിങ് കമ്പനി ഷെയർ ഹോൾഡറിന് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ആ ഷെയർ എന്ത് ചെയ്യുന്നു? തിരിച്ച് കമ്പനി തിരിച്ച് മേടിക്കുന്നതിനെയാണ് ബേസിക്കലി എന്ത് വിളിക്കുന്നത്? ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ബൈ ബാക്ക് ഓഫ് ഷെയർസിന് ഇപ്പൊ ന്യൂസിൽ വരാനുള്ള മേജർ റീസൺ എന്ന് പറഞ്ഞാൽ 2024 മുതൽ ഈ ബൈ ബാക്ക് ഓഫ് ഷെയർസിൽ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു? നമ്മൾ ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ടാക്സ് ചാർജ് ചെയ്യുന്ന ഈ എമൗണ്ടിൽ എന്ത് ചെയ്യണം? ഈ പൈസ കിട്ടുന്ന ആള് അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യണം? അതിന് ടാക്സ് കൊടുക്കണം. അപ്പൊ അതിന്റെ സിസ്റ്റം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഷെയർസ്, ടാറ്റേന്റെ ഷെയർസ് 1000 രൂപയ്ക്കാണ് മേടിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, 1000 രൂപയ്ക്ക് ഞാൻ മേടിച്ചു. 1000 രൂപയ്ക്ക് 10 ഷെയർസ് ടോട്ടൽ എനിക്ക് എന്റെ ചെലവ് എത്രയാണ്? 10000 രൂപ. എനിക്ക് ഈ ഷെയർ മേടിച്ചപ്പോൾ തിരിച്ചു കിട്ടിയത് ബേസിക്കലി 2000 രൂപ പെർ ഷെയർ തന്നു. 10 ഷെയർ ടോട്ടൽ 20,000 എനിക്ക് കിട്ടി. സോ ഗവൺമെന്റ് ടാക്സ് ചാർജ് ചെയ്തുകൊണ്ടിരുന്നത് 20,000 മുകളിലായിരുന്നു ബേസിക്കലി എന്ത് ചെയ്തിട്ടുള്ളത്? ടാക്സ് ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആക്ച്വലി ഈ 20,000 10,000 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ക്യാപിറ്റൽ ആണ്. എനിക്ക് കിട്ടിയ ഗെയിൻ അല്ല, എനിക്ക് പ്രോഫിറ്റ് വന്നിട്ടില്ല. 10,000 എന്താണ്? എന്റെ ക്യാപിറ്റൽ തന്നെയാണ്. ആ ക്യാപിറ്റലിന്റെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നൗ ന്യൂ സിസ്റ്റം പ്രകാരം എന്താക്കി? ഇതൊരു ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആക്കി കൺവേർട്ട് ചെയ്തു. സോ ബൈബാക്ക് ഓഫ് ഷെയർസ് ഇപ്പൊ എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. ദാറ്റ് മീൻസ് എന്റെ ടോട്ടൽ എനിക്ക് കിട്ടിയ എത്രയാണ്? 20,000. എന്റെ ക്യാപിറ്റൽ എത്രയാണ്? 10,000. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര കിട്ടും? 10,000 രൂപ. സോ 10,000ന്റെ മുകളിലായിരിക്കും എന്ത് ചെയ്യുക? എനിക്ക് ടാക്സ് ചാർജ് ചെയ്യുക ഗവൺമെന്റ് ഇപ്പം. സോ ദിസ് ഈസ് ദ ന്യൂ പ്രപ്പോസൽ. ഓക്കെ, സോ ബൈബാക്ക് ഓഫ് ഷെയർസിന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ബേസിക്കലി ക്യാപിറ്റലിന്റെ മുകളിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിരിക്കും ചാർജ് ചെയ്യുക. ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നിങ്ങൾക്ക് അറിയാം അല്ലെ? ബേസിക്കലി എന്തൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്? ബേസിക്കലി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്. ലോങ് ടൈമും ഷോർട്ട് ടൈമും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോങ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ദാൻ 1 ഇയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ വരുന്നെങ്കിൽ അതിനെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ വിളിക്കാം. ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ഇയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബേസിക്കലി വരുന്നെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കും. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിരിക്കും ടാക്സ് കൂടുതൽ ലോജിക്കലി?
ഏതിനായിരിക്കും? ഷോർട്ട് ടൈമിന് അല്ലേ? കാരണം നമ്മൾ ഉദ്ദേശം എന്താണ്? ലോങ് ടൈം കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം? കൂടുതൽ ടൈം ഇത് ഹോൾഡ് ചെയ്യണം. സോ 20% ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, 12.5% ആണ് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. സോ ദിസ് ഈസ് ആക്ച്വലി ഇൻസെന്റിവൈസ് പീപ്പിൾ ടു ഹോൾഡ് ദ ഷെയർസ് ഫോർ ലോങ്ങർ പീരിയഡ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഷോർട്ടർ ടൈമിൽ വിറ്റ് കഴിഞ്ഞാൽ 20% ടാക്സ് കൊടുക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യും? മോർ ദാൻ 1 ഇയർ ഹോൾഡ് ചെയ്യും. സോ ടു പ്രൊമോട്ട് ഹോൾഡിംഗ് മോർ ഷെയർസ് വിത്ത് ദം വി ആർ ആക്ച്വലി എന്താണ്, ഇങ്ങനെയായിരിക്കും ടാക്സിന്റെ സ്ട്രക്ചർ ഉണ്ടാവും. ഷോർട്ട് ടൈമിൽ ടാക്സ് കൂടുതലും, ലോങ് ടൈമിൽ ടാക്സ് കുറവായിരിക്കും. സോ ബൈ ബാക്ക് ഓഫ് ഷെയർസ് എന്താണ്? അറ്റ് പ്രസന്റ് നൗ ഈസ് ടാക്സ്ഡ് അണ്ടർ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. സോ ക്യാപിറ്റൽ ഗെയിൻ ആകുമ്പോൾ എന്ത് നമ്മൾ നോക്കണം? ആ ഗെയിനിന് മാത്രമേ ടാക്സ് ഉണ്ടാവുള്ളൂ. അതായത് പ്രോഫിറ്റിന്റെ എന്ത് ചെയ്യില്ല, മൊത്തം എമൗണ്ടിൽ ടാക്സ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ 10,000 രൂപയ്ക്ക് ഞാൻ ഷെയർ മേടിച്ചുകൊണ്ട് എന്ത് ചെയ്താൽ മതി? ആ ഗെയിൻ ആയ 10,000 രൂപയിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ടാക്സ് അടച്ചാൽ മതി. അതേപോലെ തന്നെ പക്ഷെ ഇവിടെ എന്താണ്? കമ്പനി ഇറ്റ്സ് ഓൾസോ സേസ് ദാറ്റ് ഈ ബേസിക്കലി പ്രോഫിറ്റിൽ മാത്രം എന്ത് ചെയ്താൽ മതി? ബൈബാക്സ് ചെയ്താൽ മതി. ആൻഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓഫ് എന്ത് ചെയ്യേണ്ട? അതിൽ നിന്ന് കുറച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് പുതിയ ചേഞ്ചസ് കേട്ടോ. അത് ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് GST 2.0 റിഫോം. GST റിഫോം നിങ്ങൾക്ക് അറിയാം. പണ്ട് എന്താണ് GST എന്നാണ് ബേസിക്കലി തുടങ്ങിയത്? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് അറിയാലോ അല്ലെ? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 2017 പ്രകാരമാണ് നമ്മൾ GST കൊണ്ടുവന്നത്. GST എന്ന് പറഞ്ഞാൽ എന്ത് ടാക്സ് ആണ്? ഇറ്റ് ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് ആണ്, VAT. ഓക്കെ, GST ഈസ് എ വാല്യൂ ആഡഡ് ടാക്സ് എന്ന് നമുക്കറിയാം. GSTക്ക് 3 കോമ്പോണന്റുകളാണുള്ളത്. ഒന്ന് SGST, CGST, അതേപോലെ തന്നെ IGST. അതേപോലെ നമുക്ക് എന്തുണ്ട്? GST കൗൺസിൽ ഉണ്ട്. ദാറ്റ് വി വിൽ കവർ ആസ് പാർട്ട് ഓഫ് അവർ പൊളിറ്റി. GST കൗൺസിൽ ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ദിസ് ഇയർ, ബട്ട് we will cover as part of constitutional bodies under polity subject. Okay, after next week we will cover that. Okay, so GST council will be there in GST council under article 279. Okay, and they are the decision making body and pooled sovereignty. So അത് GST council സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അറ്റ് പ്രസന്റ് we will discuss about the GST reforms with respect to taxation. Okay, so എന്തൊക്കെയാണ് ബേസിക്കലി ടാക്സിൽ വന്നിട്ടുള്ള റിഫോംസ്? എന്തൊക്കെയാണ് GST കൗൺസിലിനെ സംബന്ധിച്ചോളം? എന്തൊക്കെ GST 2.0 റിഫോംസ് ആണ് ബേസിക്കലി ആയിട്ട് എന്ത് ചെയ്തത്? വന്നിട്ടുള്ളത് അല്ലെ? അതിനാൽ GST 2.0 റിഫോംസിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്? പണ്ട് 4 ടാക്സ് സ്ലാബ്സ് ആയിരുന്നു ഉള്ളത്. ഇപ്പൊ ആ ടാക്സ് സ്ലാബ്സ് എന്താക്കി കുറച്ചു? 2 ടാക്സ് സ്ലാബ്സുകളും ഒരു ഡീമെറിറ്റ് റൈറ്റും ആയിട്ട് എന്ത് ചെയ്തു? ബേസിക്കലി ഒരു സ്പെഷ്യൽ റൈറ്റ് ഡീമെറിറ്റ് റൈറ്റും ആയിട്ട് എന്ത് ചെയ്തു? ടാക്സേഷൻ സിസ്റ്റത്തിനെ മാറ്റി. അപ്പം 2 സിംപ്ലിഫൈഡ് ഇൻറ്റു ടാക്സേഷൻ സ്ലാബ് കുറച്ചു. 2 സ്ലാബ് സ്ട്രക്ചർ അലോങ് സൈഡ് എ സ്പെഷ്യൽ ഡീമെറിറ്റ് റൈറ്റ്. ഇങ്ങനെയാണ് ബേസിക്കലി ടാക്സ് സ്ലാബ്സുകൾ വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് 5%, ഒന്ന് 18%, 2 എന്താണ്? ബേസിക്കലി 40% ടാക്സ് സ്ലാബ്സ്, 40% ടാക്സ് സ്ലാബ്സ്. സോ 5% എന്താണ്? ബേസിക്കലി മെറിറ്റ് ഗുഡ്സ്. മെറിറ്റ് ഗുഡ്സ് ആണ് 5%. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് വരും. അതുപോലെ 18% ആണ് സ്റ്റാൻഡേർഡ് റൈറ്റ്. ഓക്കെ, ആൻഡ് 40% is a demerit ഗുഡ്സിനുള്ള റൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ സിൻ ഗുഡ്സ്, ലക്ഷറി ഗുഡ്സ്, സിൻ ആൻഡ് ലക്ഷറി ഗുഡ്സ്. ഓക്കെ, സിൻ ആൻഡ് ലക്ഷറി ഗുഡ്സ് കംസ് അണ്ടർ. ഫോർ എക്സാമ്പിൾ ലാർജ് SUVs ലക്ഷറി ഗുഡ്സ് ആണ്. അതേപോലെ തന്നെ എയറേറ്റഡ് ഡ്രിങ്ക്സ്, സിഗരറ്റ്സ്, ഓൺലൈൻ ഗെയിമിംഗ്, ഇതൊക്കെ എന്താണ്? ബേസിക്കലി 14% ടാക്സ് സ്ട്രക്ചറിലാണ് വരിക. ഓക്കെ, ഫൈൻ. ഇനി ബേസിക്കലി അത് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് ടാക്സ് സ്ലാബ്സ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ബേസിക്കലി എന്താണ്? 5% ഉണ്ട്, സ്റ്റാൻഡേർഡ് റൈറ്റ്സ് ഉണ്ട്, സ്മോൾ കാർസ്, TV, റെഫ്രിജറേറ്റർ, AC, വൈറ്റ് ഗുഡ്സ് ഒക്കെ പണ്ട് 28% ഇരുന്നൊക്കെ 18% വന്നു. 12% ഉണ്ടായിരുന്ന കുറെ ഐറ്റംസ് 5%, കുറെ ഐറ്റംസ് എങ്ങോട്ടും പോയി? 18 ഐറ്റംസിലും പോയി. സ്പെഷ്യൽ ഐറ്റംസ് എന്താണ്? ബേസിക്കലി ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഐറ്റം സ്പെഷ്യൽ ടാക്സേഷൻ ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. ഇനി എക്സംപ്റ്റഡ് കാറ്റഗറി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി 36 എസെൻഷ്യൽ ക്യാൻസർ ഡ്രഗ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? 0 ടാക്സേഷനിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം, ഫോർ എക്സാമ്പിൾ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം നൗ ആർ ഫുള്ളി എക്സെപ്റ്റഡ് അണ്ടർ GST. സോ ലൈഫ് ഇൻഷുറൻസിന്റെ GST എന്താണ്? ലൈഫ് ഇൻഷുറൻസിന്റെ പ്രീമിയത്തിന്റെ GST എക്സംപ്റ്റ് ചെയ്തു എന്നുള്ളത് മറന്നു പോരുത്. പക്ഷെ ഇത് ലൈഫ് ഇൻഷുറൻസിന് മാത്രമേ ഉള്ളൂ. തെറ്റിക്കാൻ പോകുന്ന കാര്യം എന്താണ്? നിങ്ങളെ കോർപ്പറേറ്റ് ഇൻഷുറൻസ് കൂടി അതിന് കൂടെ ചോദിക്കും. കോർപ്പറേറ്റ് ഇൻഷുറൻസ് ഇപ്പോഴും എന്താണ്? GSTന്റെ അണ്ടറിലാണ്. പക്ഷെ ലൈഫ് ഇൻഷുറൻസ് മാത്രമേ എന്തുള്ളൂ? GSTന്റെ അണ്ടറിൽ ഇല്ലാത്തതുള്ളൂ. ഓക്കെ, സോ ലൈഫ് ഇൻഷുറൻസ് എന്താണ്? 0 ആണ്. പക്ഷെ എന്താണ്? കോർപ്പറേറ്റ് ഇൻഷുറൻസ് എന്താണ്? അതിന്റെ പ്രീമിയത്തിന് എന്ത് ചെയ്യണം? നിങ്ങൾ GST അടയ്ക്കണം. ഓക്കെ, സോ അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ്? GST കോമ്പൻസേഷൻ സെസ് ഉണ്ടായിരുന്നു പണ്ട് അല്ലെ? സോ GST കോമ്പൻസേഷൻ സെസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു? നിർത്തി. ഓക്കെ, ഇപ്പൊ എന്തില്ല? GST കോമ്പൻസേഷൻ സെസ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തില്ല? അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തി. എന്തിനായിരുന്നു GST കോമ്പൻസേഷൻ സെസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ടു എൻഷുർ ദാറ്റ് റവന്യൂ ലോസ് എന്ത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, റവന്യൂ ലോസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, GST കോമ്പൻസേഷൻ സെസ് കൊണ്ടുവന്നു. ആ GST കോമ്പൻസേഷൻ സെസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ GSTയിൽ പുതിയൊരു സെസ് കൊണ്ടുവന്നത് 2026 മുതൽ. ഫോർ എക്സാമ്പിൾ, വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെസ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെസ്. ഓക്കെ, ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെസ് എന്നാണ് ബേസിക്കലി. ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെസ് ഫോർ പാൻ മസാല. ഓക്കെ, വി ആർ ഇൻട്രൊഡ്യൂസ് എ ന്യൂ സെസ് ഫോർ ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെസ് അണ്ടർ പാൻ മസാല. ഓക്കെ, സോ എന്ത് ചെയ്യും, ബേസിക്കലി അഡീഷണൽ സെസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഒരു സെസ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് പാൻ മസാലേന്റെ മുകളിൽ. ഓക്കെ, സിഗരറ്റിന് സെസ് എന്താണ് ബേസിക്കലി. അതേപോലെ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി, എക്സൈസ് അമെന്റ്മെന്റ് ആക്ട് 2025 പ്രകാരം ടൊബാക്കോയിൽ എന്ത് ചെയ്തു, റീഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടി ഓൺ ടൊബാക്കോ. ഓക്കെ, റീഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൈസ് ഡ്യൂട്ടി ഓൺ ടൊബാക്കോ. ഓക്കെ, ടൊബാക്കോന്റെ സിഗരറ്റിന്റെ വിലയൊക്കെ ഇപ്പൊ കൂടിയില്ലേ. ഇപ്പൊ എങ്ങനെയാണ് ഒരു സിഗരറ്റിന്റെ വില എത്രയാണ് ഇപ്പൊ മാർക്കറ്റിലെ ബേസിക്കലി? എത്ര രൂപ ഉണ്ട് അർജുന, വിഷ്ണു? സ്ട്രാറ്റജി. ഓക്കെ, സോ ബേസിക്കലി എന്താണ് സിഗരറ്റിന്റെ വില? സിഗരറ്റിന്റെ വില എന്താണ്, കൂടിയിട്ടുണ്ട്. അപ്പൊ സിഗരറ്റിന്റെ ബേസിക്കലി എന്താണ്, സിഗരറ്റും ബീഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിഗരറ്റ് ആൻഡ് ബീഡി? വ്യത്യാസമൊന്നുമില്ലേ? ബീഡി കുറച്ചേ വലിക്കാൻ പറ്റുള്ളൂ, സിഗരറ്റ് കുറെ വലിക്കാൻ പറ്റുന്നതാണ്. ബേസിക്കലി സിഗരറ്റ് എന്താണ് 40%, ബീഡി അണ്ടർ 18% ആണ് കേട്ടോ. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. സോ ബേസിക്കലി എന്താണ്, അതേപോലെ തന്നെ അനദർ ഇമ്പോർട്ടൻറ്റ് ജി സ്റ്റാറ്റ് എന്താണ് ബേസിക്കലി, ഇറ്റ് ഈസ് എ GST അപ്ലറ്റ് ട്രിബ്യൂണൽ ആണ് കേട്ടോ. സോ GST അപ്ലറ്റ് ട്രിബ്യൂണൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഓഫ് എന്തിനു വേണ്ടിയിട്ടാണ് GST അപ്ലറ്റ് ട്രിബ്യൂണൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? പ്രോബ്ലംസ് ഓഫ് ലൈക്ക് ആന്റി പ്രോഫിറ്ററിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, GST അപ്ലറ്റ് ട്രിബ്യൂണൽസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. സോ ദർ വിൽ ബി കൈൻഡ് ഓഫ് GST അപ്ലറ്റ് ട്രിബ്യൂണൽ, വൺ ആക്റ്റീവ് ടു റിസോൾവ് ഡിസ്പ്യൂട്ട്. ഈച്ച് ബെഞ്ച് സ്ട്രിക്ട്ലി ബാലൻസ് പവർ വിത്ത് 2 ജുഡീഷ്യൽ മെമ്പേഴ്സ്, 1 ടെക്നിക്കൽ മെമ്പർ സെൻട്രൽ നിന്നും 1 ടെക്നിക്കൽ മെമ്പർ സ്റ്റേറ്റിൽ നിന്നും. അതായത് GSTയെ പറ്റി അറിയുന്ന 2 ജുഡീഷ്യൽ മെമ്പേഴ്സും 1 സെൻട്രൽ റെപ്രസെന്റേറ്റീവും 1 സ്റ്റേറ്റ് ടെക്നിക്കൽ റെപ്രസെന്റേറ്റീവും ആണ് ബേസിക്കലി എന്ത് ചെയ്യുക, GST ബേസിക്കലി ജി സ്റ്റാറ്റിൽ ഉണ്ടാവുക, GST അപ്ലറ്റ് ട്രിബ്യൂണലിൽ ഉണ്ടാവുക. ഇനി ഈ അപ്ലറ്റ് ട്രിബ്യൂണലിൽ നിന്ന് അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലിറ്റിഗേഷൻ എത്രയാണോ ഫീസ് അടയ്ക്കാൻ പറഞ്ഞത് അതിന്റെ 10% കെട്ടി അടച്ചാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പീൽ പോകാൻ പറ്റുള്ളൂ. അതായത് വെറുതെ പൈസ അടയ്ക്കാതെ അപ്പീൽ പോയി കളിക്കാൻ പറ്റില്ല. അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പൈസ അടച്ചു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, 10% എങ്കിലും ഫൈൻ അടച്ചു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് അപ്പീലൊക്കെ പോകാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ടു എൻഷുർ മോർ എന്താണ്, അപ്പീൽ ബേസ്ഡ് ആയിട്ടുള്ള ലിറ്റിഗേഷൻ, എല്ലാത്തിനും അപ്പീൽ പോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. അതേപോലെ തന്നെ പ്രൈസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ജി സ്റ്റാറ്റ് നോക്കും. അതേപോലെ തന്നെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയും എന്ത് ചെയ്യും, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി CCPA, ഇവരും എന്ത് ചെയ്യും, പ്രൈസ് റൈസ് ഉണ്ടോ, അതായത് ആന്റി പ്രോഫിറ്ററിംഗ് ഉണ്ടോ. പണ്ട് നമുക്കൊരു ആന്റി പ്രോഫിറ്ററിംഗ് ഏജൻസി ഉണ്ടായിരുന്നു, അതോറിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ദാറ്റ് കെയിം വിത്ത് എ സൺസെറ്റ് ക്ലോസ്. അത് ഇനിഷ്യലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 2-3 വർഷത്തേക്ക്. അതിനുശേഷം നിന്നു. സോ നൗ CCPA ആൻഡ് GSAT എന്ത് ചെയ്യും, ആന്റി പ്രോഫിറ്ററിംഗ് ഉണ്ടോ, അതായത് GSTന്റെ കട്ട് ചെയ്ത GSTന്റെ പൈസ കൃത്യമായി കൺസ്യൂമേഴ്സിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുന്ന ആരാണ്, ഇവര് നോക്കും. അതേപോലെ തന്നെ പണ്ടത്തെ ഒരു പ്രോബ്ലം ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ ആയിരുന്നു. ഓക്കെ, ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റോ മെറ്റീരിയൽസിന് ഹയർ GSTയും റോ മെറ്റീരിയൽസിന് എന്താണ് GST കൂടുതലും. ബേസിക്കലി എന്താണ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് GST കുറവും. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ബേസിക്കലി ദർ വിൽ ബി അക്യുമുലേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വരും. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുതിയ ടാക്സേഷൻ GST റിഫോമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഫിനിഷ്ഡ് പ്രൊഡക്റ്റിന്റെ GST കൂട്ടുകയും റോ മെറ്റീരിയൽസിന്റെ GST എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. ഓക്കെ, ടു അവോയ്ഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്, ഇൻവേർട്ടഡ് ടാക്സ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ത് ചെയ്യാനാണ്, ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഫോർ എക്സാമ്പിൾ റോ മെറ്റീരിയലിന് 18% ഇങ്ങനെ ടാക്സ്, ലാസ്റ്റ് പ്രൊഡക്റ്റിന് 5%. അപ്പൊ എന്താ, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അക്യുമുലേറ്റ് ചെയ്യും, ഒരാൾക്ക് കൂടുതൽ ഉണ്ടാവും, ഗവൺമെന്റ് കുറെ പൈസ ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് എന്താണ് ബേസിക്കലി ഇൻവേർട്ടഡ് ഡ്യൂട്ടി സ്ട്രക്ചർ എന്ത് ചെയ്തു, കുറച്ചു. ഓക്കെ, ആൻഡ് ദർ ആർ അതർ ഇഷ്യൂ വിത്ത് റെസ്പെക്ട് ടു മാനുഫാക്ചറിങ്. ആളുകൾ എന്ത് ചെയ്യും, മാനുഫാക്ചർ ചെയ്യാതെ ഫൈനൽ പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യും, കാരണം ടാക്സ് റേറ്റ് കുറവായിരിക്കും. പക്ഷേ ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വി ഹാവ് റെഡ്യൂസ്ഡ് ദാറ്റ് ഇഷ്യൂ ഓൾസോ. ഓക്കെ,
Next reform is with respect to STT, that is security transaction tax. So STT ന്റെ പ്രകാരം ബേസിക്കലി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്താണ്? ബേസിക്കലി എന്താണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? എന്താണ് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ? അതായത് ഷെയർസ് ബൈ ചെയ്യുമ്പോഴോ സെല് ചെയ്യുമ്പോഴോ അല്ലെ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് എ ടാക്സ് ചാർജ്ഡ് ബൈ ബൈയിങ് ഓഫ് ദ ഷെയർസ് ഓർ സെല്ലിംഗ് ഓഫ് ദ ഷെയർസ്. സോ സെല് ചെയ്യുമ്പോഴും ബൈ ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റീസ് കൊടുക്കുന്ന ടാക്സസ് ആണ് ബേസിക്കലി എന്ത് സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ബേസിക്കലി സെക്യൂരിറ്റിനെ സംബന്ധിച്ചോളം, ഒരു ഗവൺമെന്റ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഷെയർ ആയിക്കോട്ടെ, എന്ത് സെക്യൂരിറ്റി, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി സംബന്ധിച്ചോളം രണ്ട് രീതിയിലുള്ള ടാക്സസ് ആണ് അറ്റ് പ്രസന്റ് ഉള്ളത്. ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഓക്കെ, ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന ഗെയിനിൽ അടയ്ക്കുന്ന ടാക്സ്. ഷോർട്ട് ടൈം ഉണ്ട്, ലോങ് ടൈം ഉണ്ട്. രണ്ടെന്താണ്? STT. STT പക്ഷെ എന്താണ്? എല്ലാ ട്രാൻസാക്ഷനും ഉണ്ട്. എപ്പോഴൊക്കെ ഉണ്ട്? നിങ്ങൾ ഷെയർ മേടിച്ചാലും STT അടിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ എന്താണ്? ഷെയർ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും സെല്ലിംഗ് ആൻഡ് ബൈയിങ്ങിലും രണ്ടിലും എന്തുണ്ട്? ബേസിക്കലി STT അപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ STT എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണോ ഇൻഡയറക്റ്റ് ടാക്സ് ആണോ? STT എന്താണ്? ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ, അത് ഓർത്ത് വെക്കണം. STT ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണ്? ബേസിക്കലി ഒരു ഡയറക്റ്റ് ടാക്സ് ആണ്. രണ്ടും എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. ഓക്കെ, സോ ഇവിടെ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ്, സെല്ലിംഗ് ആൻഡ് ബൈയിങ് എന്ന് വെച്ചിട്ട് ഇൻഡയറക്റ്റ് ടാക്സ് ആണെന്ന് വിചാരിക്കരുത്. രണ്ടും എന്താണ്? ഡയറക്റ്റ് ടാക്സ് ആണ്. STT എന്താണ്? ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. ഓക്കെ, സോ ബോത്ത് ആർ ഡയറക്റ്റ് ടാക്സ്. ഓക്കെ, സോ രണ്ടുപേരും എന്ത് ചെയ്യണം? രണ്ട് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ബൈ ചെയ്യുന്ന സമയത്തും സെല് ചെയ്യുന്ന സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം? ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ ബേസിക്കലി ടാക്സ് അടയ്ക്കുന്നത്? എങ്ങനെയാണ് ഇത് ടാക്സേഷൻ നടക്കുന്നത്? ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ടാക്സ് എന്ത് ചെയ്യും? ഡിഡക്ട് ചെയ്യും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വിൽക്കുമ്പോൾ അതിന്റെ പെർസെന്റേജ് ടാക്സ് കുറച്ചിട്ടാണ് ബേസിക്കലി എന്ത് ചെയ്യുക? ആ എമൗണ്ട് പോവുക. സോ ആ ടാക്സ് എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ എമൗണ്ട് ആണ്. ബേസിക്കലി 0.01% ആണ് STT ഓഫ് ടോട്ടൽ എമൗണ്ട്. എത്രയാണോ ടോട്ടൽ എമൗണ്ട് അതിന്റെ 0.01% ആണ് ടോട്ടൽ ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പക്ഷേ ഇപ്പോൾ ഉള്ള ചേഞ്ചസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് എന്ത് ചെയ്തു? ഗവൺമെന്റ് നൗ സ്റ്റാർട്ടഡ് ഇൻട്രൊഡ്യൂസിങ് STT ഓൺ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. പണ്ടെന്താണ്? നിങ്ങൾ ഷെയർ മേടിക്കലും ഷെയർ വിൽക്കുകയും ചെയ്യുമ്പോഴാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? STT ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും എന്ത് ചെയ്യുന്നു? STT ചാർജ് ചെയ്യുന്നു. അതായത് ട്രേഡിംഗ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം? STT അടയ്ക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും തമ്മിൽ എന്താണ് വ്യത്യാസം? ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ഫ്യൂച്ചർ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്യൂച്ചർ ആയിട്ട് ഒരു ട്രേഡ് ബൈ ചെയ്യോ സെല് ചെയ്യോ ചെയ്യുന്നു. പക്ഷെ ഇവിടെ എന്താണ്? ഇറ്റ് ഈസ് എ മാൻഡേറ്ററി പ്രൊവിഷൻ ആണ്. അതായത് നിങ്ങൾ എന്തായാലും ഫ്യൂച്ചർ പ്രൈസിൽ എന്ത് ചെയ്യണം? അത് മേടിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ സെല് ചെയ്യണം. ഇവിടെ എന്താണ്? ഓപ്ഷണൽ ആണ് അല്ലെ. ഫോർ എക്സാമ്പിൾ ഒരു പ്രീമിയം പേ ചെയ്യാം. അതെന്താണ്? ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ എഗ്രി ചെയ്യുന്നു ഐദർ ടു ബൈ ഓർ ടു സെൽ. പക്ഷെ എന്ത് ചെയ്യണം? ഇത് ഓപ്ഷണൽ ആണ്. വേണമെങ്കിൽ വിറ്റാൽ മതി, വേണമെങ്കിൽ എന്ത് ചെയ്യണ്ട? വിൽക്കണ്ട. ഓക്കെ, സോ ഇപ്പൊ എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് STT ടു ദി ഫ്യൂച്ചേഴ്സ് ആസ് വെൽ ആസ് ദി ഓപ്ഷൻസ്. രണ്ടിലും എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് STT വെച്ചു. ദാറ്റ് ടു ഇൻക്രീസ്ഡ് ഓൾസോ. 0.05% ആണ് ഫ്യൂച്ചേഴ്സിൽ STT. 0.1% ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? 1% നിന്ന് 15%ലേക്ക് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് വിത്ത് റെസ്പെക്ട് ടു ഓപ്ഷൻസിന്റെ STT. അപ്പൊ ട്രേഡിംഗ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങൾ STT കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്തിനാണ് ബേസിക്കലി ഗവൺമെന്റ് ഈ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും STT വെക്കാനുള്ള കാരണം? ടു അവോയ്ഡ് ദിസ് ഈസ് എ സ്പെക്കുലേറ്റീവ് മാർക്കറ്റ്. രണ്ടും എന്താണ്? സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് ആണ്. രണ്ടും സ്പെക്കുലേഷൻ ആണ്. സോ സ്പെക്കുലേഷൻ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആളുകൾ എന്ത് ചെയ്യുന്നു? ഹൈ സ്പെക്കുലേഷനിൽ പോയിട്ട് ആളുകളെ പൈസ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. 9 out of 10 പീപ്പിൾ ഹൂ പ്ലേഡ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്? ലോസ്റ്റ് ദെയർ മണി അല്ലെ. സോ ബേസിക്കലി എന്താണ്? ഹൈലി സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് ആണ്. ടു ഡിസ്കറേജ് സ്പെക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? STT. കാരണം ഇപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഓരോ എക്സിറ്റിലും ഓരോ എൻട്രിയിലും ടാക്സ് അടക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ചെറിയ മാർജിനിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റില്ല. കാരണം ചെറിയ മാർജിനിൽ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിറ്റ് ടാക്സ് കഴിയുമ്പോഴേക്കും നിങ്ങൾ അതിൽ പൈസ ഉണ്ടാവില്ല. പ്രോഫിറ്റില് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. അപ്പം അത് നഷ്ടം വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി കൂടുതൽ സമയം ഒന്നുകിൽ ഹോൾഡ് ചെയ്യും. കൂടുതൽ സമയം മേടിക്കുന്നതിനെ പറ്റിയും വിൽക്കുന്നതിനെ പറ്റിയും നിങ്ങൾ സ്പെക്കുലേഷൻ എന്ത് ചെയ്യും? കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും. ഇനി STT ഫോർ എന്ത് ഓവർ ദ കൗണ്ടർ ഷെയർസിന് ഉണ്ടാവുമോ? ഓൺലി ഫോർ ദ ലിസ്റ്റഡ് ഷെയർസ്. അതായത് STT എന്താണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ ട്രേഡ് ചെയ്യുന്ന ഷെയർസിന് മാത്രമായിരിക്കും STT ഉണ്ടാവുക. ആൻഡ് STT ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് കളക്ടഡ് അറ്റ് ദി സോഴ്സ്. ഓക്കെ, ടാക്സ് കളക്ടഡ് അറ്റ് ദി സോഴ്സ്. TCS വെച്ചാണ് ബേസിക്കലി എന്ത് ചെയ്യുക? ടാക്സ് കളക്ട് ചെയ്യുക. സോ TCS ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ്. ഓക്കെ, ബേസിക്കലി എന്താണ്? അത് ഓർത്ത് വെക്കുക കേട്ടോ. ഇത്രയാണ് STT പറ്റി പറയാനുള്ളത്. ഇറ്റ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്. നൗ ഇറ്റ് ഈസ് ദർ ഇൻ ഓപ്ഷൻസ് ആൻഡ് ഫ്യൂച്ചേഴ്സ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈസ് ടാക്സിംഗ് ഓൺ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇൻകം ടാക്സ് ആക്ട് 2025 പ്രകാരം എന്താണ്? വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സും എന്താണ്? ടാക്സബിൾ ആണ്.
ഓക്കെ. സോ 2025 ബേസിക്കലി എന്ത് ചെയ്ത്, 2025 ഇൻകം ടാക്സ് ആക്ട് എക്സ്പ്ലിസിറ്റ്ലി ഇൻക്ലൂഡഡ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ്. അതായത് 1961 ഇൻകം ടാക്സ് ആക്ട് പ്രകാരം വെർച്വലി ഡിജിറ്റൽ അസറ്റ്സ് എന്നുള്ള പേരുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എന്തുണ്ട്, 2025 ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരികയാണ്, ഇൻകം ടാക്സ് ആക്ട് 2025 എക്സ്പ്ലിസിറ്റ്ലി മെൻഷനിങ് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാണ്. ഓക്കെ. എന്ത് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി ഇറ്റ് ഈസ് ഡിഫൈൻഡ് അണ്ടർ പ്രോപ്പർട്ടി. ഓക്കെ. വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോപ്പർട്ടിന്റെ അണ്ടറിലാണ് ബേസിക്കലി ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്, ഗോൾഡ്, ബുളിയൻ, ഇതുപോലെ തന്നെ ഒരു ഐറ്റം ആണ് നിങ്ങളുടെ VDA എന്ന് പറയുന്നത്. ഓക്കെ. എന്താണ് ബേസിക്കലി VDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, VDA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എന്താണ്, ബേസിക്കലി നിങ്ങളുടെ ബിറ്റ് കോയിൻസ്, ക്രിപ്റ്റോ കറൻസീസ്, അതുപോലെ തന്നെ NFTs, നോൺ ഫഞ്ചബിൾ ടോക്കൺസ്, ഇതൊക്കെ എന്താണ് നിങ്ങളുടെ ബേസിക്കലി VDAs ആണ്. ഓക്കെ. ക്രിപ്റ്റോഗ്രഫി ബേസ്ഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്താണ് ബേസിക്കലി VDA ആണ്, ഇലക്ട്രോണിക്കലി സൂക്ഷിക്കുന്ന അസറ്റ്സ്. സോ നൗ ദിസ് ഈസ് കാറ്റഗറൈസ്ഡ് ആസ് അണ്ടർ ദി ബേസിക്കലി പ്രോപ്പർട്ടി അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 2025 പ്രകാരം ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് അണ്ടർ പ്രോപ്പർട്ടി. വാട്ട് കൈൻഡ് ഓഫ് പ്രോപ്പർട്ടി? നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ അസറ്റ്സ് പോലെ പ്രോപ്പർട്ടി, ക്യാപിറ്റൽ അസറ്റ്സ്, അതേപോലെ തന്നെ നിങ്ങൾ ഗോൾഡ്, ബുളിയൻ, ഇതൊക്കെ എന്താണ് ക്യാപിറ്റൽ അസറ്റ്സ് ആണ് അല്ലെ, പ്രോപ്പർട്ടി ആണ്. ഈ പ്രോപ്പർട്ടിന്റെ അണ്ടറിൽ എന്തുകൂടി വരും, വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് കൂടി എന്ത് ചെയ്യും, നൗ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ. സോ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, ലാൻഡ്, ഗോൾഡ്, ബുളിയന്റെ ഒക്കെ കൂടെ ഇതും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇൻകം ഏൺ ചെയ്ത, അതായത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ഇവിടെ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ക്രിപ്റ്റോ ബിറ്റ് കോയിന് 10,000 രൂപയ്ക്ക് ബിറ്റ് കോയിൻ മേടിച്ചു, നിങ്ങൾ 20,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാപിറ്റൽ ഗെയിനിന് 10,000 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിലുള്ള ക്യാപിറ്റൽ ഗെയിന്റെ ടാക്സ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട പോലെ 20%, 12.5% അല്ല, ഇവിടെ എത്രയാണ്, 30% ആണ് നിങ്ങളെ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിന്റെ ടാക്സ്. ഓക്കെ. സോ ഇവിടെ എക്സെപ്ഷൻ ആണ്, ഇവിടെ എന്തുണ്ട്, ഒരു 30% വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഗവൺമെന്റ് ചാർജ് ചെയ്യുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് ഷോർട്ട് ടൈം ഓർ ലോങ് ടൈം, വാട്ടർ ഇറ്റ് ഈസ് 30%. ഓക്കെ. സോ 1 April 2026 പ്രകാരം എന്താണ്, എല്ലാ ക്രിപ്റ്റോ കറൻസീസിനകത്ത് ബേസിക്കലി വരുന്ന എല്ലാ സാധനങ്ങളും എന്താണ്, ടാക്സബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി 30% മാത്രമല്ല, അതിന്റെ മുകളിൽ ഒരു 4% സെസ്സും സർചാർജും വരുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് ഓൾമോസ്റ്റ് 32% അടുത്ത് തന്നെ എന്ത് ചെയ്യും, ടാക്സ് ആയിട്ട് തന്നെ മൊത്തം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഓക്കെ. സോ അത് ഓർത്ത് വെക്കുക. ഇനി April 1, 2026 April 1 മുതൽ എല്ലാ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസും നിങ്ങൾ എന്ത് ചെയ്യണം, IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. പണ്ട് നമ്മുടെ പ്രശ്നം എന്തായിരുന്നു, ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് എന്താണ്, അൺറെഗുലേറ്റഡ് ആണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്, ദർ ഇസ് നോ സെൻട്രലൈസ്ഡ് അതോറിറ്റി. പക്ഷെ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ 1 April മുതൽ April 2026 മുതൽ ബേസിക്കലി എന്താണോ നിങ്ങളുടെ IT, ബേസിക്കലി ഇൻകം ടാക്സ്, ബേസിക്കലി എന്താണോ നിങ്ങളുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചസ് എന്തൊക്കെയാണോ, എത്ര നിങ്ങൾ മേടിച്ചു, എത്ര വിറ്റു, ഇതൊക്കെ ലീഗലി നിങ്ങൾ എന്ത് ചെയ്യണം, IT ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ അവർക്ക് നിങ്ങളെ സെർച്ച് ചെയ്യാനും, നിങ്ങൾ ഡിജിറ്റൽ അസറ്റ്സിൽ ബേസിക്കലി എന്ത് ചെയ്യാം, ഇമെയിൽസ്, സോഷ്യൽ മീഡിയ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഡിജിറ്റൽ എക്സ്പാൻഷൻ, അതായത് പണ്ട് സെർച്ച് വാറന്റ് എന്ന് പറഞ്ഞാൽ വീടല്ലേ സെർച്ച് ചെയ്യാം. അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ ഡിജിറ്റൽ സ്പേസ് സെർച്ച് ചെയ്യാനുള്ള അധികാരവും ഇപ്പം IT ഡിപ്പാർട്ട്മെന്റിനുണ്ട്. ഓക്കെ. സോ ഫെയിലിയർ, ഇത് ചെയ്തില്ല, ഇത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ there will be ഫൈൻ. ഓക്കെ. ഫൈൻ ചാർജ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ക്ലിയർ ആണല്ലോ. ഇനി വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൽ ഉണ്ടാവുന്ന ലോസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. നോ ഓഫ്സെറ്റ് ഓഫ് ലോസ് ആണ് ബേസിക്കലി ഉണ്ടാവുക. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ ഒരു വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് നിങ്ങൾ ലെറ്റ്സ് സേ ദാറ്റ് 10,000 രൂപയ്ക്ക് വിറ്റു. അടുത്ത വെർച്വൽ ഡിജിറ്റൽ അസറ്റ്, വേറൊരു വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ലെറ്റ്സ് സേ ദാറ്റ് നിങ്ങൾ 5,000 രൂപ നഷ്ടത്തിന് വിറ്റു. ഓക്കെ. ഇവിടെ ലോസ് വന്നു. ഓക്കെ. അപ്പൊ ടോട്ടൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് 5,000 രൂപയല്ലേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഈ 5,000 രൂപ ബേസിക്കലി എന്ത് ചെയ്യാൻ പറ്റും, 10,000-ൽ നിന്ന് പണ്ട്, ഇപ്പൊ പ്രോപ്പർട്ടി ആണ് നിങ്ങൾ വിൽക്കുന്നെങ്കിൽ, ഒരു ഹൗസ് നമ്പർ 1, ഹൗസ് 1ഉം ഹൗസ് 2ഉം, ഹൗസ് 10,000 രൂപയ്ക്ക് ഹൗസ് വിറ്റു, രണ്ടാമത്തെ ഹൗസ് നിങ്ങൾ 5,000 രൂപയ്ക്ക് ലോസിന് വിറ്റു എന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഇനി 5,000 രൂപയ്ക്ക് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. കാരണം ഇവിടെ ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലോസ് എന്ത് ചെയ്തു, ഓഫ്സെറ്റ് ചെയ്തു. പക്ഷെ വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സിൽ ഓഫ്സെറ്റിംഗ് ഒന്നുമില്ല. ഈ 10,000-ന് നിങ്ങൾ എന്ത് ചെയ്യണം, 10% അടയ്ക്കണം, ഇവിടെ ഒന്നും അടയ്ക്കണ്ട. ഓക്കെ. ഓഫ്സെറ്റിംഗ് പ്രൊവിഷൻ ഇല്ല. അത് വെർച്വൽ ഡിജിറ്റൽ അസറ്റ്സ് ഗവൺമെന്റിന് അത്ര താല്പര്യമില്ല. ഓക്കെ. അതെന്ത് ചെയ്യണം, ബേസിക്കലി ഓഫ്സെറ്റിംഗ് പ്രൊവിഷൻസ് ഇല്ല. നിങ്ങൾ ലോസ് ഉണ്ടെങ്കിൽ ലോസ് ഓഫ്സെറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ ലാഭം ഉണ്ടായോ ആ ലാഭം ഉള്ളതിൽ ഫുള്ളും നിങ്ങൾ എന്ത് ചെയ്യണം, അടയ്ക്കണം. ഓക്കെ. ഇനി 1% of TDS, basically tax deducted as source, will be applicable in VDA transactions. Virtual digital assets എന്ത് ചെയ്യും, 1% ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഉണ്ടാവും. ടു എൻഷുർ ഓരോ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം, ട്രാൻസാക്ഷൻ ട്രെയിൽ ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഇത് ആർക്കൊക്കെ കൊടുത്തു എന്ന് ഗവൺമെന്റിന് അറിയാൻ വേണ്ടിയിട്ടാണ് 1% ടാക്സ് ഉണ്ടാവുന്നത്. ഓക്കെ. അതുപോലെ GST ഓൾസോ സ്ട്രിക്ട്ലി ആപ്ലിക്കബിൾ ഓൺ ഓൾ എക്സ്ചേഞ്ചസ് ആണ് ബേസിക്കലി പറയുന്നത് കേട്ടോ. ഇനി ഇഫ് എ ക്വസ്റ്റ്യൻ കംസ്, ഇൻ ഇന്ത്യ ക്രിപ്റ്റോ കറൻസി ഈസ് ലീഗലൈസ്ഡ്, കാരണം നമ്മൾ ടാക്സ് ചെയ്യുന്നുണ്ട് അല്ലെ, ലീഗലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ?
എന്ത് ചെയ്തിട്ടില്ല? There is tax, but we are yet to legalize. We are not legalized virtual digital assets. നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ക്രിപ്റ്റോ കറൻസീസ് എന്ത് ചെയ്തിട്ടില്ല? ലീഗലൈസ് ചെയ്തിട്ടില്ല. അത് മറന്നു പോരുത് കേട്ടോ. ആൻഡ് is it so ഇനി അടുത്തത് virtual digital asset or cryptocurrencies, virtual digital assets, now it is taxed. Now it has to be reported in IT. അല്ലെ 1% TDS ഉണ്ട്. So now a statement comes, it is regulated under SEBI. ശരിയാണോ? ഇതും ശരിയല്ല. There is not regulated under SEBI. ഇനി ക്രിപ്റ്റോ കറൻസി ഇൻ ഇന്ത്യ, there is no regulation or no regulator or regulation for crypto currencies. കഴിഞ്ഞ വർഷം വന്ന പോലത്തെ സ്റ്റേറ്റ്മെന്റ്. അങ്ങനെയാണെങ്കിലോ? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ ശാലു? എന്താ തെറ്റെന്താ? ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയാണ് കേട്ടോ. There is no regulator for cryptocurrency. Nobody is regulating it. You are just taxing it. ആരും എന്ത് ചെയ്യുന്നില്ല ഇതിനെ കൺട്രോൾ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബേസിക്കലി നിങ്ങളെ പൈസ പോകുന്നു രക്ഷിക്കാനോ ഒന്നും നോബഡി ഇസ് ദർ. സെബി എന്ത് ചെയ്യുന്ന? സെബി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് സെബി? സെബി ഈസ് എൻഷുറിംഗ് ഫെയർ ട്രേഡ് to ensure that investors are protected and there is no malpractices are going through and regulate here. And such a regulator are not there in the cryptocurrency area. So there is no regulator, even though we are not legalized, there is no regulator, but we are taxing it. Okay, so it is comes under the property under എന്താണ് ബേസിക്കലി ഇൻകം ടാക്സ് ആക്ട് 2025 അണ്ടറിൽ എന്ത് ചെയ്യും വരാൻ പറ്റും. അതുപോലെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ ഉണ്ടോ? ദർ ഇസ് നോ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ അവൈലബിൾ ഇൻ ഇന്ത്യ ഫോർ ക്രിപ്റ്റോ കറൻസീസ്. ഇൻവെസ്റ്റേഴ്സിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ലോസ് സെറ്റ് ഓഫ് ഉണ്ടോ? ലോസ് സെറ്റ് ഓഫും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യണം? 1% TDS എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടി വരും. ഓക്കെ, അതേപോലെ തന്നെ ഇതിന്റെ KYC നോംസ് എന്താണ്? ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഓക്കെ, 2020 ആക്ട് പ്രകാരം വെർച്വൽ ഡിജിറ്റൽ അസറ്റ് ഡ്യൂറിംഗ് റെയ്ഡ്സ് എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് അതോറിറ്റി നൗ ഹാവ് എക്സ്പ്ലിസിറ്റ് സ്റ്റാറ്റ്യൂട്ടറി പവർ ടു ആക്ട് സസ്പെക്ട് റിമോട്ട് ക്ലൗഡ് സർവേഴ്സ്, ഇമെയിൽ, ഓൺലൈൻ ട്രേഡിംഗ് അക്കൗണ്ട്സ് ബൈ ലീഗലി ഓവർ റൈഡിംഗ് എനി പാസ്വേഡ് ഓർ ആക്സസ് കോഡ്സ്. പാസ്വേഡ് തരില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ദേ ക്യാൻ ഓവർ റൈഡ്. ഒക്കെ എന്ത് ചെയ്യാം? അമ്മരിൽ സിസ്റ്റം ഉണ്ട്, അമ്മര് കണ്ടുപിടിച്ചോളും പാസ്വേഡ്, നിങ്ങൾ കൊടുക്കണ്ട. ഓക്കെ, എല്ലാം സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ, നിങ്ങളെ ട്രേഡിംഗ് അക്കൗണ്ട്, നിങ്ങളെ VDA അക്കൗണ്ട്, നിങ്ങളെ ക്രിപ്റ്റോ കറൻസി പാസ്വേഡ് അക്കൗണ്ട്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ടാക്സ് അതോറിറ്റിക്ക് സെർച്ച് ചെയ്യാനുള്ള പ്രൊവിഷൻ അണ്ടർ 2025 ഇൻകം ടാക്സ് ആക്ടിൽ ഉണ്ട്. ഓക്കെ, ഇനി ബേസിക്കലി വെർച്വൽ അസറ്റ് സർവീസ് പ്രൊവൈഡർ ആൻഡ് എക്സ്ചേഞ്ച് ബോത്ത് ഓൺഷോർ ആൻഡ് ഓഫ്ഷോർ മസ്റ്റ് രജിസ്റ്റർ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീസ് അണ്ടർ ദി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിൽ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ഇന്റലിജൻസ് യൂണിയൻ ഇന്ത്യ അതിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. നിങ്ങളുള്ള ഓഫ് ഷോർ ട്രാൻസാക്ഷൻസും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കണം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അണ്ടറിൽ. അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അണ്ടറിൽ അകത്ത് കിടക്കേണ്ടി വരും. അതിനകത്തുള്ള പ്രശ്നം അറിയാലോ, നോ ബെയിൽ. ഓക്കെ, സോ ബേസിക്കലി എന്താണ് ഇതിനകത്ത് പ്രശ്നമുണ്ട്, അതും നോക്കുക കേട്ടോ. ഇനി സ്ട്രിക്റ്റ് KYC നോംസ് ആണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഇതിനകത്ത് ബേസിക്കലി ഗവൺമെന്റ് പറയുന്നത് സ്ട്രിക്റ്റ് KYC നോംസ് ആണ് കൊടുക്കുന്നത്. സ്ട്രിക്റ്റ് KYC നോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ്. ഒന്നെന്താണ്? ബേസിക്കലി ലൈവ് സെൽഫി. നിങ്ങൾ ഇതിനകത്ത് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം ഫോട്ടോസ് എന്ത് ചെയ്യണം? ലൈവായിട്ട് സെൽഫി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം. രണ്ട്, പെനി ഡ്രോപ്പ് മെത്തേഡ്. എന്താണ് പെനി ഡ്രോപ്പ് മെത്തേഡ്? പെനി ഡ്രോപ്പ് മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇൻസ്റ്റെഡ് ഓഫ്, ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ദാറ്റ് യു മൈറ്റ് ഹാവ് ടു മൊത്തം അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ ഒരു രൂപ കൊടുക്കുന്നു. 1 രൂപ കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പെനി ഡ്രോപ്പ് ചെയ്യുന്നു ആൻഡ് യു വിൽ ഗെറ്റ് ബാക്ക് ദാറ്റ് 1 rupee ആഫ്റ്റർ. സോ നിങ്ങൾ ഒറിജിനൽ അക്കൗണ്ട് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ എന്ത് ചെയ്യും? ഒരു പെനി ചാർജ് ചെയ്യും. ആ ചാർജ് ചെയ്ത് കുറച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ 1 രൂപ തിരിച്ച് എന്ത് ചെയ്യും? നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ തിരിച്ചു വരും. ദാറ്റ് ഈസ് പെനി ഡ്രോപ്പ് മെത്തേഡ്. സോ സ്ട്രിക്റ്റ് KYC ആണ്. ഒന്ന് പെനി ഡ്രോപ്പ് മെത്തേഡ്, ബാങ്ക് വെരിഫിക്കേഷൻ ആൻഡ് ലൈവ് സെൽഫീസ് സ്റ്റോപ്പ് ഫേക്ക് ഡീപ് ഫേക്സ് ആൻഡ് ലോഗ് പ്രിസൈസ് ജിയോ ലൊക്കേഷൻ കോർഡിനേഷൻ. അപ്പൊ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഫോട്ടോ, മുഖം, നിങ്ങൾ ജെനുവിൻ ആണോ ഡീപ് ഫേക്ക് ആണോ എല്ലാം കിട്ടിയതിന് ശേഷമാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അക്കൗണ്ട്സ് തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ക്രിപ്റ്റോ കറൻസീസിന്റെ ഡാറ്റ ദർ ഈസ് എ മെക്കാനിസം കൂടെ കാർഫ് ഇന്റഗ്രേഷൻ. കാർഫ് എന്ന് പറയുന്നത് ക്രിപ്റ്റോ അസറ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഓഫ് OECD ആണ് കേട്ടോ. ഇത് ഇന്ത്യന്റെ അല്ല, OECD ആണ്. അതുകൊണ്ട് ഓർത്ത് വെക്കുക, OECD ഒക്കെ ചോദ്യങ്ങൾ UPSC ഭയങ്കര ഇഷ്ടമാണ്. ബേസിക്കലി ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OECD ഉണ്ടാക്കി, അതായത് ക്രിപ്റ്റോ കറൻസീസ് റെഗുലേറ്റഡ് അല്ല, നിങ്ങൾക്ക് അറിയാലോ, അൺറെഗുലേറ്റഡ് ആണ്. ദർ ഇസ് നോ സെൻട്രലൈസ്ഡ് അതോറിറ്റി ടു റെഗുലേറ്റ്. പക്ഷേ ഈ ക്രിപ്റ്റോ കറൻസീസിലൂടെയാണ് ബേസിക്കലി ടെററിസ്റ്റ് ഫണ്ടിങ്, അതുപോലെ തന്നെ ഇല്ലീഗൽ ഫണ്ടിങ്, അതുപോലെ തന്നെ ഒരുപാട് ബ്ലാക്ക് മണി റൂട്ടിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് OECD ഒരു ഇനിഷ്യേറ്റീവ് ആണ് ക്രിപ്റ്റോ അസറ്റ് റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്, കാർഫ്. ഓക്കെ, ഈ കാർഫിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇനി ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നു? ഈ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യും? ഇന്ത്യക്ക് അതിന്റെ റിപ്പോർട്ട്സ് കിട്ടും. അതേപോലെ തന്നെ ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ നിന്ന് നടക്കുന്ന ട്രാൻസാക്ഷൻസ് റിപ്പോർട്ട് ചെയ്യണം. ദിസ്
ഡാറ്റ ഷെയറിംഗ്, ക്രോസ് ബോർഡർ ഷെയറിംഗ് ഓഫ് ക്രിപ്റ്റോ ട്രാൻസാക്ഷൻ ഡാറ്റ ബിഗിൻസ് ഫ്രം 1st April 2027. ഇന്ത്യ സ്റ്റാർട്ടഡ് ഇറ്റ്സ് പ്രോസസ്. സോ സൈൻ ചെയ്തു. April 2 അടുത്ത വർഷം മുതൽ എന്ത് ചെയ്യും? ഡാറ്റ ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അതുപോലെ തന്നെ ഗവൺമെന്റിന് എന്തുണ്ട്? ദർ ഇസ് എ സ്കീം കോൾഡ് പ്രൊജക്ട് ഇൻസൈറ്റ്. പ്രൊജക്ട് ഇൻസൈറ്റ് എന്തിനാണ്? ബേസിക്കലി പ്രൊജക്ട് ഇൻസൈറ്റ് ഈസ് എ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സിന്റെ എന്താണ് ഡാറ്റ മൈനിങ് പ്രൊജക്ട് ആണ്. നിങ്ങൾ പൈസ എന്ത് ചെയ്യുന്നു, അടിച്ച് മുക്കുന്നുണ്ടോ, നിങ്ങൾ ടാക്സ് അടയ്ക്കാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ബേസിക്കലി എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഇതൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. ഓക്കെ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഡബിൾ ടാക്സേഷൻ, DTA, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്. ഓക്കെ. സോ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? നമ്മൾ അതിന്റെ ഐഡിയ എന്താണ്? ബേസിക്കലി ഒരു ഇംഗത്തിന് എന്ത് ചെയ്യാതിരിക്കുക, രണ്ട് സ്ഥലത്ത് ടാക്സ് അടയ്ക്കുന്നത് ഒഴിവാക്കുകയാണ് അല്ലെ. സോ ബൈലാറ്ററൽ ടാക്സ് ട്രീറ്റി ആണ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഡിസൈൻ ടു അലോക്കേറ്റ് ടാക്സ് റൈറ്റ്സ് ആൻഡ് പ്രിവെന്റ് ഓൺ ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ഇൻകം ഫ്രം ബീങ് ടാക്സ്ഡ് ടോയ്സ്. ഒരേ ഇംഗത്തിൽ എന്ത് ചെയ്യുന്നത്, ഇത് രണ്ട് ടാക്സ് ചാർജ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് വന്നുള്ളത്. വൈ ദിസ് ഈസ് എ ന്യൂസ്? Specifically because of the Tiger Global case ആണ്. Tiger Global case. Okay. What was the Tiger Global case? Supreme Court recent judgment case ആണ്. So basically എന്ത് ചെയ്യുന്നു, ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്തു, വാൾമാർട്ടിന് വിറ്റു. എവിടെ നിന്നാണ് വിറ്റത്? ടൈഗർ ഗ്ലോബൽസിന്റെ കയ്യിലായിരുന്നു ബേസിക്കലി ഫ്ലിപ്കാർട്ട് ഉണ്ടായിരുന്നത്. സോ ഫ്ലിപ്കാർട്ട് എന്ത് ചെയ്യുന്നു, ഫ്ലിപ്കാർട്ട് ഈസ് വിത്ത് ദ ഹാൻഡ് ഓഫ് ടൈഗർ ഗ്ലോബൽ മാർട്ട്. സോ ഇവരെന്ത് ചെയ്തു, ദേ സോൾഡ് ദിസ് ടു വാൾമാർട്ട്. ഓക്കെ. വാൾമാർട്ട് നിങ്ങൾക്ക് അറിയാലോ, US കമ്പനി. സോ വാൾമാർട്ടിന് വിറ്റു. സോ പക്ഷെ വിറ്റത് എവിടെ നിന്നാണ്? മൗറീഷ്യസിൽ നിന്ന്. ബൈ ഡൂയിങ് ദിസ് ട്രേഡ് ഇൻ മൗറീഷ്യസ്, പണ്ടത്തെ വോഡഫോൺ കേസ് ഒക്കെ പോലെ തന്നെ മൗറീഷ്യസിൽ ചെയ്തുകൊണ്ട് എന്ത് സംഭവിച്ചു? ദേ അവോയ്ഡ് പെയ്ഡ് ടാക്സ് ഇൻ ഇന്ത്യ. സോ ദേ യൂസ്ഡ് ദ ചാനൽസ് ഓഫ് ബേസിക്കലി എന്താണ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് വിത്ത് മൗറീഷ്യസ് യൂസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്തു, അവർ ഒഴിവാക്കി. പക്ഷെ സുപ്രീം കോടതിന്റെ വിധി എന്തായിരുന്നു? ടൈഗർ ഗ്ലോബൽ എന്താണ്? ദേ മസ്റ്റ് പേ ടാക്സ് ഇൻ ഇന്ത്യ ആസ് ദ അസറ്റ് ഓഫ് അണ്ടർലൈങ് വാല്യൂസ് എന്ത് ചെയ്യുന്നു, ഈ സിറ്റുവേറ്റഡ് ഇൻ ദി ഇന്ത്യൻ സോയിൽ. അതുകൊണ്ട് എന്ത് ചെയ്യണം, ബേസിക്കലി ഇവര് പൈസ അടയ്ക്കണം എന്നുള്ളതാണ് ബേസിക്കലി പറയുന്നത്. അപ്പം ബേസിക്കലി ഈ ട്രീറ്റി എന്താണ്? ഈ ട്രീറ്റിന്റെ ഐഡിയ എന്ന് പറയുന്നത് എന്താണ്? രണ്ട് രാജ്യക്കാർ തമ്മിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യരുത്, അവർക്ക് ഒരു സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. ഐദർ ഓൺ ദ സോഴ്സ് കൺട്രി അല്ലെങ്കിൽ ഒറിജിൻ കൺട്രി. ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി, ടാക്സ് അടച്ചാൽ മതി. സോ ദിസ് ഈസ് എ ട്രീറ്റി ഓഫ് ഗുഡ് ഫെയ്ത്ത്. ബേസിക്കലി എന്താണ്, ഈ രാജ്യക്കാർക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യാനുള്ള ട്രീറ്റിയാണ്. ആൻഡ് ഇന്ത്യ ഹാവ് ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ്സ് വിത്ത് മെനി കൺട്രീസ്. ഫോർ എക്സാമ്പിൾ മൗറീഷ്യസ്, ഫ്രാൻസ്, ബെൽജിയം, അങ്ങനെ ഒരുപാട് കൺട്രീസ് ആയിട്ട് ഇന്ത്യക്ക് എന്തുണ്ട്, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് ഉണ്ട്. പക്ഷെ ചില കൺട്രീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ to get these benefits they will situate a post box company in this particular country. പോസ്റ്റ് ബോക്സ് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി ദർ ഇസ് ഓൺലി മെയിൽ അഡ്രസ് അല്ലെ. പക്ഷെ എന്തില്ല, ആക്ച്വൽ ഓപ്പറേഷൻ, ബിസിനസ് ഓപ്പറേഷൻസ് ആ രാജ്യത്ത് ഉണ്ടാവില്ല. വെറുതെ എന്താണ്, ഒരു രജിസ്ട്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് എ പോസ്റ്റ് ബോക്സ് കമ്പനി. അപ്പൊ ഈ പോസ്റ്റ് ബോക്സ് കമ്പനീസ് എന്ത് ചെയ്യുന്നു, ഈ ഇവിടുത്തെ റെസിഡൻസ് കാണിച്ചിട്ട്, കമ്പനി ഓഫ് ഒറിജിൻ എന്ത് ചെയ്യും, മൗറീഷ്യസ് കാണിച്ചിട്ട് ഇവർ ഈ ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റിന്റെ ബെനിഫിറ്റ്സ് എന്ത് ചെയ്യുന്നു, മേടിക്കുന്നു. സോ ഇങ്ങനെയുള്ള പ്രാക്ടീസ് എന്താണ്, ഇല്ലീഗൽ പ്രാക്ടീസസ് ആണ്. ഇത് നമ്മൾ ജനറലി വിളിക്കുന്ന പേരാണ് ട്രീറ്റി ഷോപ്പിംഗ്. ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വേറൊരു കൺട്രിയിലേക്ക് അവരുടെ കമ്പനി സിറ്റുവേറ്റ് ചെയ്തിട്ട് എന്താണ് സ്പെഷ്യൽ ട്രീറ്റി. ഫോർ എക്സാമ്പിൾ നമ്മൾ പല രാജ്യങ്ങളുമായിട്ട് ട്രീറ്റി ഉണ്ടാവും, മൗറീഷ്യസ് ഉണ്ടാവും, സിംഗപ്പൂർ ഉണ്ടാവും. അപ്പൊ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ട ഏറ്റവും അവർക്ക് ഫേവറബിൾ ആയ ട്രീറ്റി, ആ ട്രീറ്റി നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ കമ്പനി അവിടെ പോയി സെറ്റപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതുവഴി ട്രേഡ് നടത്തിയിട്ട് എന്ത് ചെയ്യുന്നു, ടാക്സ് അവോയ്ഡൻസ് ചെയ്യുന്നതിനെയാണ് ബേസിക്കലി എന്ത് ചെയ്യുക, ട്രീറ്റി ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ബെനിഫിറ്റ് ഓഫ്, അപ്പൊ ഗവൺമെന്റ് ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബെനിഫിറ്റ് ഓഫ് ടാക്സ് അവോയ്ഡൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ആർ സർട്ടൻ കണ്ടീഷൻസ്. ഈ കണ്ടീഷൻസ് ബേസിക്കലി മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാക്സ് ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനാലിറ്റി ആണ്, ഒറിജിനലി ഫ്രം ദാറ്റ് കൺട്രി ആണോ എന്നുള്ളതാണ്. ബേസിക്കലി ഒറിജിൻ ഓഫ് ദി കമ്പനി, ആ കമ്പനി ശരിക്കും ആ സ്ഥലത്ത് തന്നെ ഒറിജിൻ ചെയ്ത കമ്പനി ആണോ എന്നുള്ളതാണ്. രണ്ടാമത്തെ സുപ്രീം കോടതി ടെസ്റ്റ് ആണ് പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ്. അതായത് ബേസിക്കലി ഇവർ എന്തിനാണ് ഈ കമ്പനി അവിടെ സെറ്റപ്പ് ചെയ്തത്, പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ് എന്തിനാണ് ഈ കമ്പനി സെറ്റപ്പ് ചെയ്തത്, അതായത് ആക്ച്വൽ ഓപ്പറേഷൻ ഓഫ് മാനുഫാക്ചറിങ്ങോ
അല്ലെങ്കിൽ ഡിസൈനിങ്ങോ ലേബലിങ്ങോ വാട്ട് എവർ ഇസ് ദർ എനി ആക്ച്വൽ ഓപ്പറേഷൻസ് ഗോയിങ് ഓൺ? പ്രിൻസിപ്പൽ പർപ്പസ് എന്താണ്? ഈ ട്രീറ്റിക്ക് വേണ്ടി മാത്രമാണോ അവർ സെറ്റപ്പ് ചെയ്തത്, അതോ ഇസ് ദർ എനി ആക്ച്വൽ ഡെവലപ്മെന്റ് ഹാപ്പനിങ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കൺട്രി? ഇത് രണ്ടുമാണ് ബേസിക്കലി എന്ത് ചെയ്യുക, സുപ്രീം കോടതി നോക്കുക. സോ പ്രിൻസിപ്പൽ പർപ്പസ് പ്രകാരം ഗവൺമെന്റ് എന്ത് ചെയ്യണം, ഈ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്ത് ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബെനിഫിറ്റ്സ് കൊടുക്കാൻ പറ്റില്ല. ബിക്കോസ് ദിസ് ഇസ് ജസ്റ്റ് എ മെയിൽ ബോക്സ് കമ്പനി. ടാക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അവിടെ സെറ്റപ്പ് ചെയ്തതാണ്. അപ്പം ബേസിക്കലി എന്താണ് ഇവിടെ ചെക്ക് ചെയ്യുന്നതാണ്, ദർ ഇസ് എ കോൺസെപ്റ്റ് കോൾഡ് പോയം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, എന്താണ് പോയം? പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. എന്താണ് പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഏത് രാജ്യത്താണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ US കമ്പനി ആയിരിക്കും, വാൾമാർട്ട് ഈസ് എ US കമ്പനി, പക്ഷേ ബേസിക്കലി ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് US-ലായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്, പോസ്റ്റ് ബോക്സ് കമ്പനിയാണ്. പോയം എന്താണ്, പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ്. പ്ലേസ് ഓഫ് എഫക്റ്റീവ് മാനേജ്മെന്റ് എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. അത് ഏതാണ്, ഈ കൺട്രിയിലല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യില്ല, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് കിട്ടില്ല. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹെഡ് ആൻഡ് ബ്രെയിൻ ടെസ്റ്റ്. ഹെഡ് ആൻഡ് ബ്രെയിൻ ടെസ്റ്റ് മീൻസ് ആക്ച്വൽ ഡിസിഷൻ. സുപ്രീം കോടതി പറഞ്ഞ എന്താണ്, ആ കമ്പനിയുടെ ആക്ച്വൽ ഡിസിഷൻസ് എടുക്കുന്നത് എന്താണ്, ബേസിക്കലി ഏത് രാജ്യത്ത് വെച്ചാണ്. ഇപ്പൊ ടാക്സ് മൗറീഷ്യസിലാണോ അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉള്ളത്? അല്ല എന്നുണ്ടെങ്കിൽ ബേസിക്കലി എന്താണ്, ദിസ് ഈസ് ജസ്റ്റ് എ മെയിൽ ബോക്സ് കമ്പനി ആണെന്നുള്ള ചെക്ക് ചെയ്യാനുള്ള വൺ ഓഫ് ദ ടെസ്റ്റ് ആണ്. ഓക്കെ, സോ അങ്ങനെയും എന്ത് ചെയ്യാം, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് ഒഴിവാക്കുക. അപ്പൊ ഈ ടേംസ് എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ദിസ് ഈസ് വൈ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. പോയം, അതേപോലെ തന്നെ ട്രീറ്റി ഷോപ്പിംഗ്, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് അഗ്രിമെന്റ്, അതേപോലെ തന്നെ ബേസിക്കലി ട്രീറ്റി ഷോപ്പിംഗ്, ഹെഡ് ആൻഡ് ബ്രെയിൻ ടെസ്റ്റ്, പ്രിൻസിപ്പൽ പർപ്പസ് ടെസ്റ്റ്, അതൊക്കെ എന്തുമായി റിലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് തോർത്തുക. ഫോർ എക്സാമ്പിൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്നതാണ് ഇൻഡയറക്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ ടേം. ഇൻഡയറക്ട് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, അണ്ടർലൈങ് അസറ്റ്സ് ഈസ് ആക്ച്വലി ലൈങ് ഇൻ ഡൊമസ്റ്റിക് ഇൻ ഇന്ത്യ ബട്ട് ദ ട്രേഡ് ഹാപ്പനിങ് ഇൻ ഔട്ട്സൈഡ്. സോ ദിസ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ സെയിം കേസ് ഓൾസോ. അപ്പൊ ഇങ്ങനെയുള്ള ടേംസ് UPSC ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ടേംസുകൾ ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഈക്വലൈസേഷൻ ലെവി. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി UPSC പണ്ട് ചോദിച്ചിട്ടുണ്ട്, 2017 എന്താന്ന് തോന്നുന്നു. വെൻ ഇറ്റ് വാസ് ആക്ച്വലി ഇനിഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗൂഗിൾ ടാക്സ്. Okay, so equalization levy actually introduced in 2016. So I think in 2016 itself UPSC asked that question also. So initially Google tax എന്ന് പറയുന്നത് എന്തായിരുന്നു, basically ഒരു 6% tax on online advertisement for non-resident company. അതായത് എന്തിനാണ് ഈക്വലൈസേഷൻ ലെവി, ടു മേക്ക് ഇറ്റ് ഈക്വൽ. ആരെ ആക്കണം, ബേസിക്കലി ഗൂഗിൾ എന്താണ്, ഗൂഗിൾ ഈസ് ആൻ അഡ്വർടൈസ്മെന്റ് കമ്പനി ബട്ട് ദേ ആർ ബേസിക്കലി നോട്ട് സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ ബട്ട് ദേ ആർ സിറ്റുവേറ്റഡ് ഇൻ ഔട്ട്സൈഡ് ഇന്ത്യ. സോ ദേ ആർ നോട്ട് resident company but there are many advertisement company in India which are actually getting which actually have to pay tax. പക്ഷെ ഈ കമ്പനിക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവര് റെസിഡൻസ്, കാരണം ടാക്സ് പേ ചെയ്യുന്നതിന്റെ ഒരു ബേസിക് ഐഡിയ എന്താണ്, റെസിഡൻസ് പ്രകാരമാണ് അല്ലെ. എവിടെയാണോ നമ്മൾ സിറ്റുവേറ്റ് ചെയ്യുന്നത് അതാണ് ടാക്സ് ലോ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നത്, എവിടെ ടാക്സ് കൊടുക്കണം തീരുമാനിക്കുന്നത്. അപ്പൊ ഗൂഗിൾ ഒരു ഓൺലൈൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തിന്റെ കാര്യമില്ല, ഇന്ത്യയിൽ റെസിഡൻസ് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമില്ല. ഇവരെന്ത് ചെയ്യും, ഫുൾ ഹെഡ് ഓഫീസ് ഓപ്പറേഷൻസ് ഒക്കെ പുറത്തായിരിക്കും. അപ്പൊ പൈസ എങ്ങോട്ട് പുറത്തേക്ക് പോകും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് ടാക്സ് ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇവർക്ക് ബാക്കിയുള്ള കമ്പനികളെക്കാട്ടും ലെസർ കോസ്റ്റ്, ഇന്ത്യൻ കമ്പനിയെക്കാട്ടും ലെസർ കോസ്റ്റിന് അഡ്വർടൈസ്മെന്റ് പരസ്യത്തിന് സർവീസ് കൊടുക്കാൻ പറ്റും. അപ്പം ഇത് ആക്ച്വലി ആർക്കെതിരാണ്, ഡൊമസ്റ്റിക് അഡ്വർടൈസ്മെന്റ് കമ്പനികൾക്ക് എതിരാണ്. ഇത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈക്വലൈസേഷൻ ലെവി കൊണ്ടുവരുന്നത്. സോ ഇനിഷ്യലി in 2016 we started charging 6% on online advertisement for Meta, Google, ഇവർക്കൊക്കെ നമ്മൾ ചാർജ് ചെയ്തു. And 2020 ആയപ്പം we expanded this to e-commerce platform. For 2% നമ്മൾ എന്ത് ചെയ്തു, e-commerce platform, that is for example non-resident e-commerce platform like Amazon, ഇവർക്കൊക്കെ എന്ത് ചെയ്തു, നമ്മൾ 2% e-commerce ലെവിയും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ബിക്കോസ് ഓഫ് ദിസ് ട്രംപ് എന്ത് ചെയ്തു, ട്രംപ് called this is as a digital tax. Okay, Trump called this as a digital tax and this is the one of the reason why USA went for a trade war. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്തു, in India 2025 ഏപ്രിൽ ബേസിക്കലി ലാസ്റ്റ് ബഡ്ജറ്റിൽ we are actually called off equalization levy. Equalization levy എന്ത് ചെയ്തു, നമ്മൾ കോൾഡ് ഒഴിവാക്കി. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, now we are charging them, പക്ഷെ we need to charge them. Okay, so നമ്മൾ എന്ത് ചെയ്തു, now we are charging them the tax with significant economic presence റൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ദാറ്റ് വാസ് എ ന്യൂസ്. സോ ഗൂഗിൾ ടാക്സ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ബേസിക്കലി ഇവിടെ പ്രസൻസ് ഇല്ലാത്ത കമ്പനികളാണ്. സോ പ്രൈമർലി ബേസിക്കലി ഇറ്റ് ഈസ് ഇന്ത്യസ് പ്രൈമറി വെപ്പൺ ടു കോംബാറ്റ് ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ്, ബെപ്സ്. ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന, ബേസ് ഇറോഷൻ ആൻഡ് പ്രോഫിറ്റ് ഷെയറിംഗ്. ഈ പ്രോഫിറ്റ് കമ്പനികൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യയിൽ നിന്നുള്ള ബേസ് ഇവിടെയാണ് ടാക്സ് ആക്ച്വലി ജനറേറ്റ് ചെയ്യുന്നത്, ഇവിടെയാണ്. ഇവിടുത്തെ ബേസ് എന്ത് ചെയ്യുന്നു, ഇറോഡ് ചെയ്ത് കൊണ്ടുപോകുന്നു. ആൻഡ് പ്രോഫിറ്റ് എന്ത് ചെയ്താണ്, പ്രോഫിറ്റ് വേറെ സ്ഥലത്താണ് പോയി ടാക്സ് അടയ്ക്കുന്നത്. സോ ദിസ് ഈസ് പാർട്ട് ഓഫ് ബെപ്സ്. സോ ബെപ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെന്റ് ഈസ് ആക്ച്വലി പ്ലാനിങ് ടു സ്റ്റാർട്ട് ബേസിക്കലി എന്താണ്,
ഈക്വലൈസേഷൻ ലെവി അബോളിഷ് ചെയ്തു. നൗ ഗവൺമെന്റ് സ്റ്റാർട്ടിങ് സിഗ്നിഫിക്കന്റ് എക്കണോമിക് പ്രസൻസ് റൂൾ പ്രകാരം നൗ വി ആർ ചാർജിങ് അഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്പനികളെ ടാക്സ് ചാർജ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് എക്കണോമിക് പ്രസൻസ് റൂള് നോക്കിയിട്ടാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത്, ടാക്സ് ചാർജ് ചെയ്യുന്നത്. എന്താണ് സിഗ്നിഫിക്കൻസ് എക്കണോമിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇപ്പം അവർക്ക് ടാക്സബിൾ പ്രസൻസ് ഉണ്ട് എന്നുള്ള ട്രിഗർ ചെയ്യുന്നത് ഒരു എൻറ്റിറ്റി ക്രോസസ് 2 crore ട്രാൻസാക്ഷൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു നോൺ റെസിഡൻസ് ഡിജിറ്റൽ കമ്പനി 2 crore ട്രാൻസാക്ഷൻ ക്രോസ് ചെയ്യാണ് പെർ ഇയർ. ഓക്കെ, അതേപോലെ തന്നെ ഹാസ് 3 lakh ലോക്കൽ യൂസേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവരെന്താണ് സിഗ്നിഫിക്കന്റ് എക്കണോമിക് പ്രസൻസ് റൂൾ പ്രകാരം ഇന്ത്യയിൽ ഇവരെ ടാക്സ് ചെയ്യും. ഓക്കെ, സോ ഓൾ ഡിജിറ്റൽ കമ്പനികൾക്ക് ടാക്സ് ഇല്ല. എന്താണ് ഇഫ് ഇറ്റ് അണ്ടർ ആസ് പെർ ദി സിഗ്നിഫിക്കന്റ് എക്കണോമിക് പ്രസൻസ്, സിഗ്നിഫിക്കന്റ് ആയ എക്കണോമിക് പ്രസൻസ് ഇന്ത്യയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ടാക്സ്ഡ് അണ്ടർ ദിസ് റൂൾ. ദ റൂൾ ഈസ് ദാറ്റ് എന്താണ്, ഇഫ് ആൻ എൻറ്റിറ്റി ഓർ എ ഫേം വിച്ച് ക്രോസസ് 2 crore ട്രാൻസാക്ഷൻ പെർ ഇയർ ഓർ ദർ ഈസ് എ എന്താണ് അറ്റ്ലീസ്റ്റ് 3 lakh ലോക്കൽ യൂസേഴ്സ്, ഇന്ത്യയിൽ ലോക്കൽ യൂസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ബേസിക്കലി ഇവരെ ടാക്സ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രസന്റ് റൂൾ വി ആർ യൂസിങ് ഫ്രം ദിസ് ഇയർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? Next is base erosion and profit sharing. Okay, so base erosion and profit sharing എന്താണ്, basically it is an initiative by OECD countries ആണ്. OECD countries basically OECDന്റെ എന്താണ് ഈ പ്രോഫിറ്റ് ഷെയർ, ബേസ് ഇറോഷനും പ്രോഫിറ്റ് ഷെയറിങ്ങും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബേസിക്കലി OECD കൺട്രീസ് പല ഓൾട്ടർനേറ്റീവ്സും കൊണ്ടുവരുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് ബേസിക്കലി കൊണ്ടുവന്നുള്ള 2 ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഒന്ന് ടാക്സിങ് ഡിജിറ്റൽ എക്കണോമി. ഓക്കെ, ഫസ്റ്റ് ഈസ് ടാക്സിങ് ഡിജിറ്റൽ എക്കണോമി. ഇതിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈക്വലൈസേഷൻ ലെവി ഒക്കെ ടാക്സ് ഇൻ ഡിജിറ്റൽ എക്കണോമി ഈക്വലൈസേഷൻ ലെവി കൊണ്ടുവന്നത്. പക്ഷേ US-ലുള്ള ക്രിറ്റിസിസം കാരണം വി ഹാവ് അവോയ്ഡഡ് ദാറ്റ് ആൻഡ് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ സിഗ്നിഫിക്കന്റ് എക്കണോമിക് പർപ്പസ് വെച്ചിട്ടാണ്, ബേസിക്കലി സിഗ്നിഫിക്കന്റ് എക്കണോമിക് പ്രസൻസ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ ടാക്സ് ഇൻ ഡിജിറ്റൽ എക്കണോമി വൺ ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട് ഈസ് ഗ്ലോബൽ മിനിമം കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, ഗ്ലോബൽ മിനിമം കോർപ്പറേറ്റ് ടാക്സ്. ഓക്കെ, so this is another idea. എന്താണ് ഗ്ലോബൽ കോർപ്പറേറ്റ് മിനിമം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ there is a one company, let's say that this is okay, Flipkart തന്നെ. So India and there is a tax haven country Mauritius. So basically ഇവർ എന്ത് ചെയ്യുന്നു, they will shift their profit, they will shift their base and profit to the Mauritius country. But actually assets എവിടെയാണ് ഉണ്ടായിട്ടുള്ളത്, ഇന്ത്യയിലാണ് ഉണ്ടായിട്ടുള്ളത്. Let's say that the profit generated from India is shifted to Mauritius. So let's say that in Mauritius the tax is let's say that only 5% tax. India എത്രയാണ് corporate tax, 25%. So instead of paying 25%, they are only paid 5%. Okay, so ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇന്ത്യയിലെ ബേസ് ആണ് ആക്ച്വലി ഇറോഡ് ചെയ്ത് പോകുന്നത്. ഇന്ത്യക്ക് കിട്ടുന്ന പൈസയായിരുന്നു ബേസിക്കലി മൗറീഷ്യസിലേക്ക് പോയത് അല്ലെ. അപ്പൊ ഇവിടെ ബേസ് ഇറോഷൻ പ്രോഫിറ്റ് ഷെയറിംഗ് ആണ് നടന്നിട്ടുള്ളത്. ഇവർക്ക് ടാക്സ് എമൗണ്ടിൽ എന്ത് ചെയ്തു, നഷ്ടവും വന്നു. അപ്പം ഗ്ലോബൽ കോർപ്പറേറ്റ് മിനിമം ടാക്സ് പ്രകാരം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർ ഇസ് എ ടോപ്പ് അപ്പ് മെക്കാനിസം. എന്ത് ചെയ്യണം, ദർ ഇസ് എ ഗ്ലോബൽ മിനിമം കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ മിനിമം ടാക്സ് എന്ന് പറഞ്ഞാൽ 15% ആണ്. അതായത് എല്ലാ കമ്പനീസും മിനിമം എത്ര ടാക്സ് അടച്ചിരിക്കണം, 15% ടാക്സ് അടച്ചിട്ടുണ്ടാവണം ഗ്ലോബൽ ട്രാൻസാക്ഷൻസിൽ വരുന്ന എല്ലാ കമ്പനീസും. അപ്പൊ എന്ത് ചെയ്യണം, ഗ്ലോബൽ മിനിമം ടാക്സ് 15% ആയതുകൊണ്ട് ഇവിടെ മൗറീഷ്യസിൽ എത്ര അടച്ചിട്ടുള്ളൂ, 5% അടച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കി 10% ആർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യക്ക് ടോപ്പ് അപ്പ് ചെയ്യാം. ടോപ്പ് അപ്പ് ടാക്സ് ആയിട്ട് ഇന്ത്യക്ക് എന്ത് ചെയ്യാം, 10% ഫ്ലിപ്കാർട്ട് എവിടെ അടയ്ക്കണം, ഇവിടെ ഇന്ത്യയിൽ അടയ്ക്കണം. അപ്പൊ ഫ്ലിപ്കാർട്ട് എത്ര അടച്ചു, 15% അടച്ചു. അപ്പൊ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ബേസിക്കലി ഇവിടുത്തെ എന്ത് ചെയ്യുന്നു, മൊത്തം ബേസ് ഇറോഡ് ചെയ്ത് പോയില്ല. ദിസ് വിൽ ഡിസ്കറേജ് ദ കമ്പനി ടു ഇറോഡ് ദ ബേസ്. കാരണം എത്ര ഇറോഡ് ചെയ്താലും മിനിമം 15% അടയ്ക്കണം. അപ്പൊ ഇത്രയും റിസ്ക് എടുത്ത് ഇറോഡ് ചെയ്യുന്നതിനെക്കാട്ടും എന്താണ്, ഒരു 10% കൂട്ടി അടച്ചു കഴിഞ്ഞാൽ 25% അടച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലീൻ ആയിട്ട് നിൽക്കാൻ പറ്റും. സോ ദിസ് ഇസ് ടു ഡീപ്രൊമോട്ട് ദ ബേസ് ഇറോഷൻസ്. ഡീപ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് OECD കൺട്രീസിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് ബേസിക്കലി ഗ്ലോബൽ ഗ്ലോബൽ മിനിമം കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതെന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. ഇത് എങ്ങനെയാണ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, വിത്ത് ഡൊമസ്റ്റിക് ടോപ്പ് അപ്പ്. അതായത് എവിടെ നിന്നാണോ ഒറിജിൻ ചെയ്യുന്നത് ആ കൺട്രിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡൊമസ്റ്റിക് ടോപ്പ് അപ്പ് ടാക്സ് എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 2 pillars എന്ന് പറയുന്നത് ബേസിക്കലി 15% ടാക്സ് ആണ്. ആൻഡ് ദ ഫ്രെയിംവർക്ക് 6 അപ്ലൈ ടു മാസീവ് മൾട്ടിനാഷണൽ കമ്പനി വിത്ത് എ ഗ്ലോബൽ റവന്യൂ ഓഫ് അറ്റ്ലീസ്റ്റ് 750 million euro ഉള്ള ആളുകളെയാണ് പറ്റുക. അപ്പൊ ടാക്സ് multinational company pays a tax rate lower than 50% in the tax haven. The countries have it actually operates
can levy a domestic top-up tax to bridge the gap and ensure 50% threshold met. ആർക്കാണ് അടയ്ക്കാൻ പറ്റുക? ഡൊമസ്റ്റിക്. എവിടെ നിന്നാണോ ഈ കമ്പനി പ്രോഫിറ്റ് ഒറിജിനേറ്റ് ചെയ്തത് അവിടുത്തെ ആ കൺട്രിക്ക് എന്ത് ചെയ്യാം? ടോപ്പ് അപ്പ് ചെയ്യാം. സോ കൺട്രി ബൈ കൺട്രി എന്ത് ചെയ്യുന്നു? ബേസിക്കലി റിപ്പോർട്ടിംഗ് ആണ്. കൺട്രി ബൈ കൺട്രി റിപ്പോർട്ടിംഗ് to ensure compliance with the BEPS norms. India is amending laws to make country by country reporting from 1st April 2026. So country by country reporting is also related to OECD and BEPS. So base erosion and profit sharing ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബെപ്സിന്റെ OECDയുടെ ഓർത്ത് വെക്കണേ, OECDയുടെ ഇനിഷ്യേറ്റീവ് ആണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് CBC എന്ന് പറഞ്ഞാൽ കൺട്രി ബൈ കൺട്രി. സോ ഇത് റിപ്പോർട്ടാണ്, ഏത് കൺട്രിയിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? 1st April 2026 മുതൽ ഇന്ത്യ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദിസ് കൺട്രി ബൈ കൺട്രി ആൻഡ് ഇന്ത്യ അമെൻഡഡ് ഇൻകം ടാക്സ് ആക്ട് ടു റിപ്പോർട്ട് ദിസ് ഡാറ്റ ഫോർ OECD. Okay, so better monitoring, less erosion of profit. So BEPS എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ ടേമുകളൊക്കെ ഓർത്തു വെക്കുക കേട്ടോ. Next, we already discussed in the first class, I think, that is changing of the new physical anchor. അല്ലെ, പണ്ടത്തെ ഫിസിക്കൽ ആങ്കർ എന്തായിരുന്നു? FRBM ആക്ട് പ്രകാരം, FRBM ആക്ട് 2003 പ്രകാരം എന്താണ്? ബേസിക്കലി 3% ആണ് നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് എത്തേണ്ടത് അല്ലെ. സോ FRBM ആക്ട് പ്രകാരം ഫിസിക്കൽ ഡെഫിസിറ്റ് ആയിരുന്നു ബേസിക്കലി നമ്മുടെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫിസിക്കൽ ആങ്കർ എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ഡെപ്റ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഫിസിക്കൽ ആങ്കർ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്തിലേക്കാണ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്? ഡെപ്റ്റ് ടു GDP-യിലേക്കാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. കാരണം ഫിസിക്കൽ ഡെഫിസിറ്റിന്റെ പ്രോബ്ലം എന്താണ്? because there is a lesser flexibility to the government, because uncertain situations വന്നു കഴിഞ്ഞാൽ ഗവൺമെന്റിന് മാക്സിമം എവിടെ പോകാൻ പറ്റുള്ളൂ? ഒരു 3% അല്ലെങ്കിൽ ഒരു എസ്കേപ്പ് ക്ലോസ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പം ഇവിടെ ഗവൺമെന്റിന് എന്താണ്? അൺസർട്ടൺ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻസ് എവിടെ ഇല്ല? FRBM ആക്ടിൽ ഇല്ല. ബട്ട് വേറാസ് ഡെപ്റ്റ് ടു GDP റേഷ്യോ ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തിനെ പറ്റി സംസാരിക്കുന്നത്? ആ വർഷത്തെ ഡെപ്റ്റ് മാത്രമേ ഫിസിക്കൽ ഡെഫിസിറ്റ് സംസാരിക്കുന്നുള്ളൂ അല്ലെ. പക്ഷെ ഡെപ്റ്റ് GDP എന്താണ്? ടോട്ടൽ അക്യുമുലേറ്റഡ് ഡെപ്റ്റ് ഓഫ് ദി കൺട്രി, അതാണ് കംപ്ലീറ്റ്ലി പറയുന്നത്. സോ ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ മോണിറ്ററിംഗ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡെപ്റ്റ് ടു GDP റേഷ്യോ ആണ്. സോ ഗ്ലോബൽ പ്രാക്ടീസസ് എന്താണ്? രാജ്യങ്ങൾ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും പൊതുവെ ഫോക്കസ് ചെയ്യുന്നത്, എല്ലാ രാജ്യങ്ങളും മോസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഡെപ്റ്റ് ടു GDP റേഷ്യോ ആണ്. അപ്പൊ ഇന്ത്യയും എന്ത് ചെയ്യുന്നു? ഡെപ്റ്റ് GDP റേഷ്യോയിലേക്ക് പോകുന്നു. അറ്റ് പ്രസന്റ് ഇന്ത്യയുടെ ഡെപ്റ്റ് GDP റേഷ്യോയിൽ ഇന്ത്യയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 55.6% ആണ് ഓഫ് GDP ആണ് നമ്മുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് അവർ ടാർഗറ്റ്? 50 ± 1 by 2031 ആണ് ബേസിക്കലി നമ്മൾ ഡെപ്റ്റ് GDP റേഷ്യോയിലെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബേസിക്കലി എന്താണ്? നമ്മൾ ഡെപ്റ്റ് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി ഗവൺമെന്റിന് കൊടുക്കുന്നു. അതേപോലെ തന്നെ ബെറ്റർ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആണ്. ബേസിക്കലി നമ്മൾ ഡെപ്റ്റ് GDP റേഷ്യോ 1st April 2026 മുതൽ ഡെപ്റ്റ് GDP റേഷ്യോ ആണ്. റാദർ ദാൻ ഫിസിക്കൽ ഡെഫിസിറ്റ്, വി ആർ ടാർഗറ്റിംഗ് ഓൺ ഡെപ്റ്റ് GDP റേഷ്യോ. The first class itself we have discussed that our physical deficit at present is only 4.4%. So we are already achieved our target. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫിസിക്കൽ ആങ്കർ എന്തിൽ നിന്ന് മാറ്റി? ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഡെപ്റ്റ് GDP റേഷ്യോയിലേക്ക് മാറ്റി. അതിന്റെ എവിഡൻസ് ആണ് ബേസിക്കലി ഇമ്മീഡിയറ്റ്ലി നമ്മളിത് മാറ്റിയപ്പോൾ, അതായത് ഡെപ്റ്റ് GDP-യിലേക്ക് മാറ്റിയപ്പോൾ S&P ഇന്ത്യയുടെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്ത് ചെയ്തു? ഇംപ്രൂവ് ചെയ്തു. ബിക്കോസ് ഇറ്റ്സ് എ ഗ്ലോബൽ മോർ ട്രാൻസ്പെറന്റ് പ്രാക്ടീസ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ബേസിക്കലി അതിന്റെ അനുസരിച്ച് നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കൂടി, ഓട്ടോമാറ്റിക്കലി നമ്മുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെപ്റ്റ് സസ്റ്റൈനബിൾ ആവും. ഹൗ ടു ചെക്ക് എ ഡെപ്റ്റ് സസ്റ്റൈനബിൾ ഓർ നോട്ട്? എങ്ങനെയാണ് ഒരു ഡെപ്റ്റ് സസ്റ്റൈനബിൾ ആണോ അല്ലയോ നോക്കുക? ഡെപ്റ്റ് സസ്റ്റൈനബിൾ ആക്കുക നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നോമിനൽ GDP റേറ്റ്, നോമിനൽ GDP റേറ്റ് എന്ന് പറയുന്നത്, GDP ഗ്രോത്ത് റേറ്റ് എന്തിനെക്കാട്ടും ബേസിക്കലി കുറവായിരിക്കണം ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടും. ബേസിക്കലി നോമിനൽ GDP റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റിനെക്കാട്ടും കൂടുതലായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇന്ത്യ ഈസ് ഗ്രോയിങ് അറ്റ് 7% ആൻഡ് അവർ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഓൺലി 4%, then that means there is a 3% asset creation. This debt is sustainable. If a situation is like, nominal GDP growth is 7%, our interest rate is 9%, that means we are losing 2%. This is not actually a എന്താണ്? സസ്റ്റൈനബിൾ ഡെപ്റ്റ് അല്ല. ഓക്കെ, സോ ഡെപ്റ്റ് GDP ഡെപ്റ്റ് എന്ത് ചെയ്യണം? സസ്റ്റൈനബിലിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി ഡിപെൻഡന്റ് ഓൺ ഹയർ നോമിനൽ GDP ഗ്രോത്ത്. ഓക്കെ, സോ ബെറ്റർ നോമിനൽ GDP ഗ്രോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താണ്? ഇൻട്രസ്റ്റ് റേറ്റ് എന്താണ്? അതിനെക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് സസ്റ്റൈനബിൾ ആയിരിക്കും ഡെപ്റ്റ് എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഗവൺമെന്റ് ഡെപ്റ്റ് ടു GDP ടാർഗറ്റിൽ, നമ്മുടെ ടാർഗറ്റ് എത്രയാണ്? 50% ± by 2031 ആണ്, 30 അല്ല. അപ്പൊ 2031 ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ബോണ്ട് സ്വിച്ചിങ് ആണ്. ഓക്കെ, ആക്റ്റീവ് ബോണ്ട് സ്വിച്ചിങ്. എന്താണ് ആക്റ്റീവ് ബോണ്ട് സ്വിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, സോ ദർ ആർ 2 types ഓഫ് ഡെപ്റ്റ് ഇൻസ്ട്രുമെന്റ് അല്ലെ. ഒന്ന് ഷോർട്ട് ടൈം ഡെപ്റ്റും, രണ്ട് ലോങ് ടൈം ഡെപ്റ്റും ഉണ്ട്.
ഓക്കെ, ഇനി ഷോർട്ട് ടൈം ഡെപ്റ്റും ലോങ് ടൈം ഡെപ്റ്റും തമ്മിൽ വ്യത്യാസം എന്താണ്? ഒന്ന് ലെസർ പീരീഡ്, ലെസ് ദാൻ 1 ഇയറിലേക്കുള്ള പീരീഡ് ആയിരിക്കും. മോർ ദാൻ 1 ഇയർ ആണ് ബേസിക്കലി ലോങ് ടൈം ഡെപ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ഇന്ത്യ ഹാസ് 30 ഇയേഴ്സ്, 40 ഇയേഴ്സ്, 50 ഇയേഴ്സ്, 15 ഇയേഴ്സ് ഒക്കെയുള്ള ബോണ്ടുകളുണ്ട്. സോ ഈ ഷോർട്ട് ടൈം ബോണ്ട് എന്ത് ചെയ്യും? ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫോർ എക്സാമ്പിൾ, മെച്യൂരിറ്റി ആവാനാവുന്ന ഷോർട്ട് ടൈം ബോണ്ടിനെ ദേ വിൽ സ്വിച്ച് ടു ലോങ് ടൈം ബോണ്ട്. സോ ഗവൺമെന്റ് വിൽ ഓഫർ ലോങ് ടൈം ബോണ്ട് ഫോർ ഷോർട്ട് ടൈം. സോ അത് പൈസ തിരിച്ചു കൊടുക്കാതെ അതെന്താക്കി മാറ്റും? ലോങ് ടൈം ബോണ്ട് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കും. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഡെപ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഈ പൈസ എന്ത് ചെയ്യേണ്ട? തിരിച്ചു കൊടുക്കണ്ട. ഇമ്മീഡിയറ്റ്ലി തിരിച്ചു കൊടുക്കാതിന്റെ ഗുണം എന്താണ്? പുതിയ ബോറോയിങ്സ് എടുക്കാതെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയുള്ള ഗുണങ്ങൾ അതാണ് ബേസിക്കലി ആക്റ്റീവ് ബോണ്ട് സ്വിച്ചിങ്. ബോണ്ടിന് എന്ത് ചെയ്യുന്നു? ഷോർട്ട് ടൈമിൽ നിന്ന് ലോങ് ടൈമിലേക്ക് ഗവൺമെന്റ് സ്വിച്ച് ചെയ്യും. ഓൾറെഡി എക്സിസ്റ്റിംഗ് നിങ്ങളിൽ ഒരാളെയും ഷോർട്ട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെച്യൂരിറ്റി പീരീഡ് ആകുമ്പോൾ ഗവൺമെന്റ് പറയും യു ഹാവ് ആൻ ഓപ്ഷൻ വിത്ത് ദിസ് പ്രീമിയം യു ക്യാൻ സ്വിച്ച് ടു ലോങ് ടൈം. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു സ്വിച്ച് ഫോർ ലോങ് ടൈം. സോ ഗവൺമെന്റിന് നിങ്ങൾക്ക് പൈസ തരണ്ട. So lesser borrowing requirement. So that is one aspect. Second, this was an old recommendation, but now government decided to come up with a public debt management authority. Okay, so public debt management authority, PDMA. Now who is managing the government debt? It is actually managed by RBI. Presently ഇന്ത്യയുടെ ഡെപ്റ്റ് മാനേജ് ചെയ്യുന്ന ആരാണ്? ഡെപ്റ്റ് മാനേജ് ചെയ്യുന്ന RBI ആണ് മോണിറ്റർ ചെയ്യുന്നത്. ഓക്കെ, so it was an basically Bimal Jalal committee, if I remember correctly. I don't know exactly, I'm not able to recollect exactly, but if it is correct, Bimal Jalal committee in 2016 I think has recommended that we should have a separate public debt management അതോറിറ്റി വേണം. പക്ഷെ ഇതുവരെ നമ്മൾ എന്ത് ചെയ്തില്ല? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബട്ട് നൗ ഗവൺമെന്റ് ഡിസൈഡഡ് ടു ഹാവ് എ സെപ്പറേറ്റ് ഡെപ്റ്റ് മാനേജ്മെന്റ് അതോറിറ്റി, ദാറ്റ് ഈസ് PDMA. സോ അറ്റ് പ്രസന്റ് ഇസ് ആക്ച്വലി മാനേജ്ഡ് ബൈ ആരാണ്? RBI. ഓക്കെ, സോ ഡെപ്റ്റ് പ്രകാരം ആയിരിക്കണം കൺട്രോൾ ചെയ്യണമെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. പണ്ട് NK Singh കമ്മിറ്റി എന്ത് ചെയ്യണമെന്നുണ്ട്? ഈ റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. പക്ഷെ NK Singh കമ്മിറ്റിയുടെ ടാർഗറ്റ് എന്തായിരുന്നു? സെൻട്രൽ ഗവൺമെന്റിന് 40%, സ്റ്റേറ്റ് ഗവൺമെന്റിന് 20%, ടോട്ടൽ 60% ആണ് ഇന്ത്യൻ ഡെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് 50% ആണ്. രണ്ട് ടാർഗറ്റ് ആണ്. പക്ഷെ NK Singh കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്? ഈ FRBM റിവ്യൂ കമ്മിറ്റി ഇൻ 2000, this is not very important, but FRBM I think in 2017 FRBM review committee by NK Singh. So NK Singh in committee recommendation prakaram 40% for central government debt and 20% for state government. Total Indian debt എത്ര ആയിരിക്കണം? 60% to GDP ആയിരിക്കണം. But we are targeting 50%. Okay, that is our present target. Target miss ചെയ്യരുത്. Then another important activity, subsidy rationalization. അതായത് ലീക്കേജസ് കുറച്ചിട്ട് എന്ത് ചെയ്യുക? മണി വേസ്റ്റ് ആയി പോകുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ അടുത്ത ടാർഗറ്റ്, ടു റെഡ്യൂസ് ദി ഡെപ്റ്റ്. സോ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? സോ FRBM ടാർഗറ്റ് പ്രകാരം we have started our FRBM target from 2003. Now this year is 2026. Okay, so എത്ര ഇയർ ഉണ്ട്? Last 2 decades. Okay, so last 2 decades. So if a statement comes like this, okay, India never achieved its FRBM target of 3%, FRBM target in the last 2 decades. എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? FRBM target of that 3%. Is India achieved ever? Only once India achieved this target in 2007. That 2007 in India 3% target achieved. Otherwise, India is never able to achieve. Last year also it is 4.4. So അത് ഗവൺമെന്റ് സെറ്റ് ചെയ്ത ടാർഗറ്റ് ആണ് 4.4. FRBM ടാർഗറ്റ് ഈസ് 3% ആണ്. 3% നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അച്ചീവ് ചെയ്തത് ആകെ ഒരു തവണയാണ് കേട്ടോ. ബാക്കിയുള്ള അതുകൊണ്ട് ബേസിക്കലി ഇറ്റ്സ് ആക്ച്വലി ഇൻഎഫക്റ്റീവ്. നമുക്ക് ആ ടാർഗറ്റ് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗ്ലോബൽ എക്കണോമിക്കൽ സിനാരിയോ ദിസ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ മെയിൻസ് ഓൾസോ. സോ ഗ്ലോബൽ സിനാരിയോ ഈസ് വെരി അൺസർട്ടൺ ദീസ് ഡേയ്സ് അല്ലെ. അപ്പം ബേസിക്കലി ഗവൺമെന്റിന് എന്ത് ചെയ്യണം? ഗവൺമെന്റ് ഷുഡ് ഹാവ് എ ബെറ്റർ പബ്ലിക് ഡെപ്റ്റ് മാനുവറബിൾ കപ്പാസിറ്റി വേണം. ഗവൺമെന്റിന് കൂട്ടേണ്ട സമയത്ത് കൂട്ടണം, കുറയ്ക്കേണ്ട സമയത്ത് കുറയ്ക്കാൻ പറ്റണം. ഇത് എന്തിനാണ് actually? So this is also you can link to the counter cyclical policy. So we need to better to have what is our idea? We are focusing a counter cyclical policy. So better counter cyclical policy വേണമെന്നുണ്ടെങ്കിൽ better maneuverability വേണം, ഡെപ്റ്റിന് എന്ത് ചെയ്യണം? ഫ്രീഡം വേണം. Okay, so this is what debt to GDP anchor. Next is surplus transfer by RBI. So target I think I have already discussed in the first class. That's why I am not giving here. So target is 50 plus or minus 1 by 2031. So it is government is planning to achieve in a gliding path. പെട്ടെന്നൊരു കുറവല്ല, പതുക്കെ കുറച്ച് വരിക. ടെക്നിക്സ് ഓർത്ത് വെക്കുക. So surplus transfer by RBI.
So RBI surplus transfer എന്താണ് basically why this is called as a surplus, not as a dividend. For example, if the PSUs ഇവരൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ government will call this as a dividend, but here government is calling this as a surplus. Why not dividend? Because RBI is not a profit making entity. Only profit making entities are basically dividend കൊടുക്കുക. RBI എന്താണ് basically non-profit entity ആണ്. Their idea is not to create profit, but due to its operations and it will create some kind of incidental income. It is not intentional, but due to the operation automatically they will get some incidental income. So that is why it is called as basically surplus, basically surplus income generate ചെയ്യാനുള്ള റീസൺ. ഇനി RBI സംബന്ധിച്ചോളം RBIയുടെ അസറ്റ്സ് സൈഡും അല്ലെങ്കിൽ അതിന്റെ ലൈബിലിറ്റി സൈഡും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് സൈഡിൽ എന്തൊക്കെ വരും? RBIന്റെ അസറ്റ്സ് ലൈബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസറ്റ് സൈഡിൽ എന്തൊക്കെ വരും? ഒന്ന് ഫോറിൻ കറൻസി അസറ്റ്സ് അല്ലെ, ഫോറിൻ കറൻസി അസറ്റ്സ്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഫോറിൻ കറൻസി അസറ്റ്സ് എന്താണ്? ബേസിക്കലി RBIന്റെ അസറ്റ് ആണ്. RBIന്റെ ഉള്ള ഗോൾഡ്, സ്വർണം പറ്റില്ലേ? അതേപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് RBIന്റെ അസറ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ലോൺ ഗിവൺസ് ടു സ്റ്റേറ്റ്, ലോൺ ഗിവൺ ടു സ്റ്റേറ്റുകൾക്ക് കൊടുത്തുള്ള, സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് അത് ഗവൺമെന്റിന് കൊടുത്തുള്ള ബേസിക്കലി ലോൺ ഗിവൺ ടു ഗവൺമെന്റ്. ഇതെന്താണ്? RBIന്റെ അസറ്റ്സ് ആണ്. ലൈബിലിറ്റിയിൽ എന്തൊക്കെ ഉണ്ടാവും? RBIന്റെ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ലൈബിലിറ്റി ആണ് അല്ലെ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഓക്കെ, അതുപോലെ തന്നെ കറൻസി വിത്ത് പബ്ലിക് എന്താണ്? ബേസിക്കലി ഇറ്റ്സ് എ ലാർജ് പോർഷൻ ഓഫ് ലൈബിലിറ്റി. അതാണ് ഏറ്റവും വലിയ ലൈബിലിറ്റി RBIനെ സംബന്ധിച്ചോളം. എന്താണ്? കറൻസി വിത്ത് പബ്ലിക്, ഇറ്റ്സ് എ ലൈബിലിറ്റി. കറൻസി വിത്ത് പബ്ലിക് ലൈബിലിറ്റി അല്ലേ. പിന്നെയോ അതർ ഡെപ്പോസിറ്റ്സ് ബൈ ബാങ്ക്സ് ആൻഡ് ഗവൺമെന്റ്. ബാങ്കുകളും RBIക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫോർ എക്സാമ്പിൾ ഡെപ്പോസിറ്റ്സ് ചെയ്തിട്ടുണ്ടല്ലോ, CRR ഒക്കെ ഉണ്ടല്ലോ. സോ ഡെപ്പോസിറ്റ്സ് ബൈ ബാങ്ക്സ് ആൻഡ് ഗവൺമെന്റ്. ഗവൺമെന്റും ബാങ്ക്സും എന്ത് ചെയ്യുന്നുണ്ടാവും? RBIയിൽ കുറെ ഡെപ്പോസിറ്റ്സ് വെച്ചിട്ടുണ്ടാവും. ആൻഡ് ദർ ആർ സർട്ടൻ റിസർവ്സും ലൈബിലിറ്റിയാണ്. റിസർവ്സ് എന്തൊക്കെ റിസർവ് ആണ്? കണ്ടിജൻസി ഫണ്ട് റിസർവ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. കണ്ടിജൻസി എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ RBI എന്ത് ചെയ്യണം? കണ്ടിജൻസി ഫണ്ട് മാറ്റിവെക്കും. സോ കണ്ടിജൻസി ഫണ്ട് റിസർവ്. അതേപോലെ തന്നെ മറ്റൊരു റിസർവ് ആണ് കറൻസി ആൻഡ് ഗോൾഡ് റീവാലുവേഷൻ അക്കൗണ്ട്. അതായത് ഈ വാല്യൂസിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്ന നഷ്ടം ഓഫ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കറൻസി ആൻഡ് ഗോൾഡ് റീവാലുവേഷൻ. അതായത് ഗോൾഡിന്റെ വിലയൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് വില കുറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടം വരും. അപ്പൊ ആ നഷ്ടം നികത്തണമെങ്കിൽ ഈ പൈസ എടുത്തിട്ട് എന്ത് ചെയ്യും? അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യും. അതിനാണ് കറൻസി ആൻഡ് ഗോൾഡ് റീവാലുവേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നത്? റിസർവ് ആയിട്ട് ഈ സർപ്ലസിന്റെ ഒരു പൈസ എടുത്ത് മാറ്റി വെക്കും. ഓക്കെ, സോ ദീസ് ആർ ദ ബേസിക്കലി അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് RBI. ഓക്കെ, വിത്ത് ദീസ് വാട്ട് ആർ ദ ഇൻകം ഓഫ് RBI? എന്തായിരിക്കും RBIന്റെ ഇൻകം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ? വാട്ട് ആർ ദി ഇൻകംസ് ഓഫ് RBI? എവിടെ നിന്നൊക്കെ RBIക്ക് ഇൻകം വരും? ലൈബിലിറ്റിന്ന് RBIക്ക് ഇൻകം വരുമോ? വരില്ല, കാരണം ഇത് ലൈബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ഇവിടുന്ന് ഒന്നും RBIക്ക് ഇൻകം വരില്ല. ഓക്കെ, സോ ഇൻകം വരുന്നത് എവിടെ നിന്നായിരിക്കും? അസറ്റ് സൈഡിൽ നിന്നായിരിക്കും. ഒന്ന് ഇൻകം എന്തായിരിക്കും? ഫോറിൻ കറൻസി എന്ന് ഇൻകം വരും. അതിന്റെ വാല്യുവേഷനിൽ ഡിഫറൻസ് വരുമ്പോൾ ഫോറിൻ കറൻസി മാനേജറിൽ എന്ത് ചെയ്യും? ഇൻകം വരും. ഗവൺമെന്റ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റ് കിട്ടും. ഗവൺമെന്റ് RBI എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് സെക്യൂരിറ്റി ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, അതിന്റെ ഇൻകം വരും. അതേപോലെ തന്നെ ഇൻകം വരുന്നതാണ് ലോൺസ് കൊടുത്തതിന്റെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കൊടുത്തതിന്റെ എന്ത് ചെയ്യുന്നു? ഇൻട്രസ്റ്റ് കിട്ടുന്നു അല്ലെ. ഇതൊക്കെ എന്താണ്? RBIയുടെ റവന്യൂ ആണ്. അതുപോലെ സൈനറേജ് എന്താണ്? ബേസിക്കലി വാട്ട് ഈസ് സൈനറേജ്? സൈനറേജ് എന്താണ്? ബേസിക്കലി ഇൻകം ഏൺഡ് വൈൽ. ബേസിക്കലി എന്താ സൈനറേജ് എന്ന് പറഞ്ഞാൽ? ബേസിക്കലി എന്താണ് സൈനറേജ്? എങ്ങനെയാണ് RBIക്ക് സൈനറേജ് വെച്ച് പൈസ കിട്ടുന്നത്, ഇൻകം കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു? ബേസിക്കലി RBI എന്ത് ചെയ്യുന്നു? കറൻസി പ്രിന്റ് ചെയ്യുന്നു അല്ലെ. കറൻസി പ്രിന്റ് ചെയ്യുന്ന കോസ്റ്റും അതിന്റെ വാല്യൂ തമ്മിലുള്ള വ്യത്യാസമാണോ സൈനറേജ്? അല്ല. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യരുത്. ബേസിക്കലി എന്താണ്? അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ബേസിക്കലി RBIക്ക് ഉള്ള ഇൻകം എന്തായിരിക്കും? കോടിക്കണക്കിന് ഇൻകം ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് എവിടെ നിന്ന് ഈ പൈസ വരും? കാരണം ഒരു 500 രൂപ നോട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBIക്ക് എത്ര കോസ്റ്റ് വരും? മാക്സിമം പോയി കഴിഞ്ഞാൽ 2 രൂപ. ഓക്കെ, ബാക്കി എത്രയുണ്ട്? 498 രൂപ RBIക്ക് ഇൻകോ. അപ്പൊ അങ്ങനെ ഇൻകം വരില്ല. അപ്പൊ എങ്ങനെയാണ് ബേസിക്കലി സൈനറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? RBIന്റെ കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് എന്ന് പറയുന്നത് കറൻസി എന്താണ്? കോസ്റ്റ് ഓഫ് പ്രിന്റിംഗ് ഓഫ് കറൻസി ലെറ്റ്സ് സേ ദാറ്റ് 2 rupees. സൈനറേജ് ഈസ് ദാറ്റ് ഈ കറൻസി RBI എങ്ങനെയാണ് പബ്ലിക്കിലേക്ക് ഇറക്കുന്നത്? ബൈ റിസീവിംഗ് ഗവൺമെന്റ് ബോണ്ട്സ്. സോ RBI എന്ത് ചെയ്യുന്നു? ബൈ റിസീവിംഗ് ഗവൺമെന്റ് ബോണ്ട്സ് RBI വിൽ റിലീസ് ദിസ് ഫണ്ട് ടു ദ ഗവൺമെന്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബേസിക്കലി ഫണ്ട് പുറത്തോട്ട് വരുന്നത്. ഈ ഗവൺമെന്റ് ബോണ്ട് എന്ത് ചെയ്യും? ദർ വിൽ ബി ഇൻട്രസ്റ്റ് റേറ്റ്.
സോ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബേസിക്കലി എന്തെന്ന് പറയുന്നത് സൈൻഡ് റേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയാണ് RBI എന്ത് ചെയ്യുന്നത്, കറൻസി പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് RBIക്ക് എന്ത് ചെയ്യുന്നത്, ഇൻകം കിട്ടുന്നത്. അല്ലാതെ എന്തല്ല, ദിസ് ഇസ് നോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫേസ് വാല്യൂ ഓഫ് ദ കറൻസി ആൻഡ് ദി ആക്ച്വൽ പ്രിന്റിംഗ് കോസ്റ്റ് എന്നാണ് പലരും വിചാരിക്കാറ്. പൊതുവെ എല്ലാവരും അങ്ങനെയാണ് പറയാറ്. പക്ഷെ ദാറ്റ് ഈസ് റോങ്. അങ്ങനെ ഒരു സാധനം നിങ്ങൾ ലോജിക്കലി ആലോചിച്ചാൽ മതി. ഒരിക്കലും അത് അങ്ങനെ ആ പൈസ എവിടെ നിന്ന് കിട്ടും? RBIക്ക് എവിടെ നിന്ന് പൈസ കിട്ടണ്ടേ? പ്രോഫിറ്റ് ആകുമ്പോൾ 492 രൂപ കയ്യിൽ പൈസ വേണ്ടേ? ആ പൈസ എവിടുന്ന് വരും? സോ ആ ഫണ്ട് അവിടെ അതിനുള്ള അസറ്റ്സ് ഇല്ലല്ലോ. സോ അങ്ങനെയല്ല വരിക. ഓക്കെ, ഇനി എന്താണ് ബേസിക്കലി നമുക്ക് നോക്കേണ്ടത്? സോ സ്റ്റാറ്റ്യൂട്ടറി മാൻഡേറ്റ് പ്രകാരം എന്ത് ചെയ്യണം, RBI എന്ത് ചെയ്യണം, ആസ് പെർ RBI ആക്ട് 1935 ആക്ട് നമ്മൾ അമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് സർപ്ലസ് എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കണം. സോ RBI വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഇപ്പൊ എന്ത് ചെയ്യാറുണ്ട്, സർപ്ലസ് സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കാറുണ്ട്. ഓക്കെ, സോ RBI ഒരുപാട് ഇൻകം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ ബിക്കോസ് ഓഫ് ഹൈ ഫ്ലക്ച്വേഷൻസ് ഒക്കെ ആയതുകൊണ്ട് RBI കുറെ ഇൻകം, ഗോൾഡിന്റെ ഒക്കെ പ്രൈസ് എത്തോരും കൂടി, അപ്പൊ RBIക്ക് ഇൻകം ഭയങ്കര കൂടുതലാണ്. സോ ഫോറിൻ കറൻസി അസറ്റ്സ് ബേസിക്കലി ഇൻകം ആണ്. ഇൻട്രസ്റ്റ് ബൈ ഹാർവെസ്റ്റിംഗ് ഫോറിൻ കറൻസി റിസർവ്, അതുപോലെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഫോറക്സ് മാർക്കറ്റിലുള്ള ഇന്റർവെൻഷൻസ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് RBI നടത്തുന്നുണ്ട്. റുപ്പി വോളറ്റാലിറ്റി തടയാൻ വേണ്ടി. അതിനകത്ത് RBI എന്ത് ചെയ്തിട്ടുണ്ടാവും, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ എക്കണോമിക്കൽ ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് ബേസിക്കലി പ്രകാരം RBI എക്കണോമിക്കൽ ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് ആരുടെ ഫ്രെയിംവർക്ക് ആണ്? ആ ആസച്ച് എക്കണോമിക്കൽ ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് ആരുടെ റിപ്പോർട്ടാണ് എന്ന് ചോദിച്ചു വരെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് ആക്ച്വലി RBI. സോ എക്കണോമിക്കൽ ക്യാപിറ്റൽ ഫ്രെയിംവർക്ക് ഓഫ് RBI പ്രകാരം RBI എന്ത് ചെയ്യണം, സർപ്ലസ് എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. പക്ഷെ എന്ത് ചെയ്യണം, ഇറ്റ്സ് ഓൺ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ടു ആക്ട് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. കുറച്ച് പൈസ റിസർവ് ആയിട്ട് മാറ്റി വെക്കണം. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കണ്ടിജൻസി റിസ്ക് റിസർവ് എന്ത് ചെയ്യുന്നത്, RBI സർപ്ലസിൽ നിന്ന് മാറ്റി വെക്കും. ബാക്കി പൈസ എന്ത് ചെയ്യണം, ഭീമൻ ജലാൽ കമ്മിറ്റി പ്രകാരം ബാക്കി പൈസ RBI എന്ത് ചെയ്യണം, ഗവൺമെന്റിന് കൊടുക്കണം എന്നാണ് ബേസിക്കലി ഭീമൻ ജലാൽ കമ്മിറ്റി പറഞ്ഞത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് പൈസ വരുന്നുണ്ട്. ഇപ്പൊ RBI എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിജൻസി റിസർവ് ബഫർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബ്രിത്ത് കൂട്ടി 4.5% to 7.5% ആക്കിയിട്ട് എന്ത് ചെയ്തു, അതിന്റെ ലെങ്ത് ബ്രോഡ് ചെയ്തു. ടോട്ടൽ സർപ്ലസിന്റെ 4.5% to 7.5% വരെ എന്ത് ചെയ്യാം, കണ്ടിജൻസി റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യാം. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ടോപ്പിക് ഈസ് ബേസിക്കലി സെസ് ആൻഡ് സർചാർജ്. സെസ് ആൻഡ് സർചാർജ് എന്താണ് ബേസിക്കലി നമ്മൾ ട്രഡീഷണലി പഠിക്കുന്നതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ ടാക്സ് ഓൺ ടാക്സ്. What is the difference between tax on tax and normal tax? Let's that your salary is 10,000. Okay, and your tax is basically 10% income tax. So your tax is actually 1,000 rupees. So tax amount 1,000 rupees. So what is cess and surcharge? എന്താണ് ടാക്സ് ഓൺ ടാക്സ് ആണ്. സോ അഡീഷണൽ എന്ത് ചെയ്യണം, ഈ 1,000ന്റെ മുകളിൽ എന്ത് ചെയ്യണം, ലെറ്റ്സ് സേ ദാറ്റ് സെസ് ഈസ് 5% ആണെന്നുണ്ടെങ്കിൽ ഈ 1000ന്റെ 5% വിച്ച് ഈസ് 50 rupees. സോ ടോട്ടൽ നിങ്ങൾ അടയ്ക്കുന്ന എമൗണ്ട് എത്രയാണ്, 1,050 രൂപ. സോ ദിസ് ഈസ് ടാക്സ് ഓൺ ടാക്സ്. സോ സെസ്സും സർചാർജും എന്താണ്, ടാക്സ് ഓൺ ടാക്സ് ആണ്. So under Article 270 of the Constitution പ്രകാരം revenue generated from cess and surcharge belong to exclusively to the center. This is the issue. Basically, state government in the last 2-3 years, what is their argument is that central government എന്ത് ചെയ്യുന്നുണ്ട്, ഗവർണർ ഗവൺമെന്റ് പുതിയ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം സെൻട്രൽ ഗവൺമെന്റ് എന്താ ചെയ്യുന്നത്, സെൻട്രൽ ഗവൺമെന്റ് മൊത്തം സെസ്സും സർചാർജും ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഈ സെസ്സും സർചാർജും എന്തിന്റെ ഭാഗമാവില്ല, ഡിവിസിബിൾ പൂളിന്റെ ഭാഗമാവില്ല. ഡിവിസിബിൾ പൂളിന്റെ മണിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഈ ഫിനാൻസ് കമ്മീഷൻ പ്രകാരം സ്റ്റേറ്റിന്റെ ഷെയർ കിട്ടുക. അപ്പൊ ഈ ഇതിനകത്ത് എന്ത് ചെയ്യില്ല, ഈ ഡിവിസിബിൾ പൂളിന്റെ പാർട്ട് അല്ല ഈ സെസ്സും സർചാർജും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇതിന്റെ ഷെയർ ഒന്നും കിട്ടില്ല. ഈ പൈസ മൊത്തം ആർക്ക് എടുക്കാം, സെൻട്രൽ ഗവൺമെന്റിന് എടുക്കാം. അപ്പൊ സ്റ്റേറ്റിന്റെ ഷെയർ ഇതിന്റെ ഭാഗമായിട്ട് ഡിവിസിബിൾ പൂൾ കുറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 10,000 rupees ആണ് ബേസിക്കലി ഡിവിസിബിൾ പൂൾ എങ്കിൽ അതിന്റെ 41% കിട്ടും. പക്ഷെ സെസ്സും സർചാർജും വരുമ്പോൾ ബേസിക്കലി ഡിവിസിബിൾ പൂൾ ഇപ്പൊ 8,000 ആയി എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ 41% കിട്ടുള്ളൂ. സോ സ്റ്റേറ്റിന് കിട്ടുന്ന റവന്യൂ ഷെയർ എന്ത് ചെയ്യും, കുറയും. സോ ദിസ് ഈസ് ദ ക്രിറ്റിസിസം ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പം so that is why cess and surcharge is in a news. So cess എന്ന് പറഞ്ഞാൽ എന്താണ്, cess is basically for a specific purpose. Okay, specific purpose-നായിരിക്കും cess ഉണ്ടാവുക. surcharge for a general purpose. ഓക്കെ, സോ ജനറൽ ആയി പർപ്പസിനായിരിക്കും ബേസിക്കലി സർചാർജ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു പാൻ മസാലയുടെ മുകളിൽ ഹെൽത്ത് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി സെസ് ആഡ് ചെയ്തു. അത് എന്തിനു മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ഹെൽത്തിനോ നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയ കാര്യത്തിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ 2 പൈസയും എന്തിലേക്ക് തന്നെ പോകും, കൺസോളിഡേറ്റ് ഫണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷെ ഈ സെസ്സിലെടുത്ത പൈസ ഈ പറഞ്ഞ റിക്വയർമെന്റ് എന്താണോ ആ റിക്വയർമെന്റിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് വ്യത്യാസം. സർചാർജ് എന്താണ്, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ 2 പൈസയും എന്തിന്റെ പാർട്ടാവില്ല, ഡിവിസിബിൾ പൂളിന്റെ പാർട്ടാവില്ല. സെൻട്രൽ ഗവൺമെന്റ് മൊത്തം എടുക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, 100% യൂണിയന് കൊടുക്കാം, സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കണ്ട. ആൻഡ് വൈ ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ് ബിക്കോസ് this 16th Finance Commission, their recommendation is that there is a grand bargain.
ഈ ഗ്രാൻഡ് ബാർഗെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെസ്സും സർചാർജും കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. എന്ത് ചെയ്യണം? മൊത്തം ഈ ഡിവിസിബിൾ പൂളിന്റെ പാർട്ട് ആക്കണം എന്നുള്ളതാണ് ബേസിക്കലി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനോട് ഇവര് ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഓരോ ഫിനാൻസ് കമ്മീഷൻ വരുമ്പോൾ അവരെല്ലാ സ്റ്റേറ്റിലും പോകും. എല്ലാ സ്റ്റേറ്റിലും പോയിട്ട് ആ സ്റ്റേറ്റിലെ ആളുകളായിട്ട് സംസാരിച്ച് ഓരോ സ്റ്റേറ്റിന്റെ ആവശ്യങ്ങൾ അറിയിച്ചു. ഇങ്ങനെയാണ് ബേസിക്കലി ഫൈനലി കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടുകൾ താമസിക്കുന്നത്. ദേ ഹാവ് ടു വിസിറ്റ് ഓൾ ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. എന്നിട്ട് ബേസിക്കലി അവരുമായിട്ട് ഡിസ്കഷൻ ഒക്കെ നടത്തിയതിനു ശേഷമാണ് ബേസിക്കലി ഇവര് തരിക. അപ്പൊ ഇവരുടെ റെക്കമെൻഡേഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ സെസ്സും സർചാർജും ഒഴിവാക്കണം. സെൻട്രൽ ഗവൺമെന്റ് ചാർജ് ചെയ്യാൻ പാടില്ല, ഡിവിസിബിൾ പൂളിന്റെ കൂടെ ആക്കണം. ഫിനാൻസ് കമ്മീഷൻ ആക്ച്വലി ആ റെക്കമെൻഡേഷൻ റിജക്ട് ചെയ്തു. പകരം ഫിനാൻസ് കമ്മീഷൻ പുട്ട് ഫോർവേഡ് ആയ ഐഡിയ ഓഫ് ഗ്രാൻഡ് ബാർഗെയിനിങ്. വാട്ട് ഇസ് എ ഗ്രാൻഡ് ബാർഗെയിനിങ് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സെൻട്രൽ എന്ത് ചെയ്യണം? സെൻട്രൽ സെസ്സും സർചാർജും കുറയ്ക്കണം. ഓക്കെ, അതായത് എന്ത് ചെയ്യണം? സെസ്സും സർചാർജും കുറച്ച് മാക്സിമം പൈസ എന്തിൽ തന്നെ ചെയ്യണം? നോർമൽ ടാക്സ് ആയിട്ട് തന്നെ കളക്ട് ചെയ്യണം. അപ്പൊ അതെന്ത് വരും? ഡിവിസിബിൾ പൂളിന്റെ ഭാഗമായി വരും. അപ്പൊ ടാക്സ് കൂട്ടണമെങ്കിൽ എന്ത് കൂട്ടിയാൽ മതി? സെസ്സും സർചാർജും കൂട്ടരുത്, പക്ഷെ എന്ത് കൂട്ടണം? ടാക്സ് കൂട്ടണം. സോ ദാറ്റ് ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് ഡിവിസിബിൾ പൂൾ. അപ്പൊ സ്റ്റേറ്റിന് ഷെയർ കിട്ടുവേ. പക്ഷെ അതിന് പകരം സ്റ്റേറ്റ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ഷുഡ് എഗ്രി ഫോർ എ ലെസർ ഷെയർ ഓഫ് സ്റ്റേറ്റ് ഷെയർ. പണ്ട് നമ്മൾ 42% ആണ് 41%ലേക്ക് നമ്മൾ ചുരുക്കി. അങ്ങനെ ലെസർ ഷെയർ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റും ശരിയാണ്. അപ്പൊ രണ്ട് ഭാഗത്തൊന്നും എന്ത് ചെയ്യണം? വിട്ടുവീഴ്ച വേണം. സെൻട്രൽ എന്ത് ചെയ്യാൻ പാടില്ല? സെസ്സും സർചാർജും കൂടുതൽ ചാർജ് ചെയ്യാൻ പാടില്ല. പക്ഷെ സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പാടില്ല? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഈ ലെസർ ഷെയർ, ഫിനാൻസ് കമ്മീഷൻ പറയുന്ന ലെസർ ഷെയറിന്റെ എഗ്രി ചെയ്യാനും അവർ തയ്യാറാക്കണം. ദിസ് ഈസ് വാട്ട് ഗ്രാൻഡ് ബാർഗെയിനിങ്. സോ എ സ്ട്രക്ചറൽ കോംപ്രമൈസ് വെയർ ദി സെൻട്രൽ എഗ്രീസ് ടു മെർജ് എ ലാർജ് പാർട്ട് ഓഫ് എക്സിസ്റ്റിംഗ് സെസ് ആൻഡ് സർചാർജ് ഇൻ ടു റെഗുലർ ഷെയറബിൾ ടാക്സ്. ഇതിന്റെ ഭാഗമാക്കി മാറ്റുന്നു, ഡിവിസിബിൾ പൂളിന്റെ ഭാഗമാക്കുന്നു. ഇൻ എക്സ്ചേഞ്ച് സ്റ്റേറ്റ് മസ്റ്റ് അക്സെപ്റ്റ് എ സ്മാളർ പെർസെന്റേജ് ഓഫ് ഷെയർ ഓഫ് ദിസ് ന്യൂലി എക്സ്പാൻഡഡ് ഡിവിസിബിൾ പൂൾ, എൻഷുറിംഗ് എ നോ അബ്സല്യൂട്ട് റവന്യൂ ലോസ് ടു ഐദർ സൈഡ്. അതായത് ഇതിലേക്ക് ഇപ്പൊ കൂടുതൽ മജോറിറ്റി, ഫോർ എക്സാമ്പിൾ പെട്രോൾ, മജോറിറ്റി എന്താണ്? സെസ് ആൻഡ് സർചാർജ് ആണ്. ഓക്കെ, അപ്പം ആക്ച്വലി ഈ പെട്രോളിന്റെ പൈസയിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിന് വലിയ ഷെയർ കിട്ടുന്നില്ല. പക്ഷേ പെട്രോൾ ബേസിക്കലി വലിയൊരു ടാക്സബിൾ എമൗണ്ട് ഓഫ് സാധനമാണ്. ഓക്കെ, അപ്പൊ ഇതെന്ത് ചെയ്യണം? ഈ സെസ്സും സർചാർജും കാരണം സ്റ്റേറ്റ് ഗവൺമെന്റിന് റവന്യൂ ലോസ് ആണ്. കാരണം ഫുൾ സ്റ്റേറ്റിന് സെന്ററിനാണ് കിട്ടുന്നത്. അപ്പൊ സ്റ്റേറ്റിന് പൈസ കിട്ടുന്നില്ല. അപ്പൊ അതിന് പകരം ഇവരെന്ത് ചെയ്തു? ഈ ഡിവിസിബിൾ പൂളിന്റെ പാർട്ടാക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പം സ്വാഭാവികമായിട്ടും ഇവർ പറഞ്ഞു ഡിവിസിബിൾ പൂളിന്റെ പാർട്ടാക്കാം. ആ പാർട്ടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? കേക്ക് വലുതാവും. So this is the economical pie. The economical pie will be bigger. So bigger ആക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം? ബേസിക്കലി ആ എക്സിസ്റ്റിംഗ് ആയ ഷെയർസ് തന്നെ എന്ത് ചെയ്യണം? അവര് എഗ്രി ചെയ്യണം. ഇതിന്റെ പെർസെന്റേജ് കൂട്ടാനും സ്റ്റേറ്റ് ഡിമാൻഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും? ബിഗർ പൈ ആവുന്നതുകൊണ്ട് രണ്ടുപേർക്കും ഒരേ ഇൻകം അതേപോലെ തന്നെ കിട്ടും എന്നുള്ളതാണ് ബേസിക്കലി ഇതിന്റെ ഐഡിയ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ക്ലിയർ അല്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? Okay. Okay. Thank you.